ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമ്മുടെ കിഫ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ മാച്ച് ഡേയ്സും, നമ്മളിപ്പോൾ ഇരിക്കുന്ന മാച്ച് ഡേയ്സിലാണ്. ഈ മാച്ച് ഡേയ്സും സംയുക്തമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു ക്രിക്ക് സ്പീക്ക്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പ്രോഗ്രാം എവിടെയെങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ബട്ട് നമ്മുടെ ക്ലബ്ബും മാച്ച് ഡേയ്സുമായിട്ട് സഹകരിച്ച് ഫസ്റ്റ് ടൈമാണ് ഇത് ക്രിക്കറ്റിന് വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ്, ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ് എല്ലാം കൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്രിക്ക് സ്പീക്കിന്റെ നമുക്ക് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് ഒന്ന് ഷാജി പാപ്പൻ, അതുപോലെ തന്നെ പ്രണവ്, പിന്നെ അജിൻ, 3 പേരാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗസ്റ്റായ സണ്ണയും അതുലാത്മിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ 3 വിഷയങ്ങളാണ് ഈ തവണ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്. ഒന്ന് ന്യൂസിലാൻഡ്, നമ്മുടെ കഴിഞ്ഞ സീരീസ് ന്യൂസിലാൻഡ് ആയിട്ടുള്ള നമ്മൾ വളരെ ഒരു മോശം പെർഫോമൻസ്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു, എന്താണ് കാര്യം, എന്താണ് ടീം സെലക്ഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രണവ് നമ്മളോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 കുറിച്ചുള്ളൊരു ബ്രീഫ് ഡിസ്കഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ മൈക്ക് പ്രണവിനെ ജസ്റ്റ് കൊടുക്കണം. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളതും ആ ഒരു ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താണ് ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസ് മുതൽ നമുക്ക് നമ്മുടെ ക്രിക്ക് സ്പീക്കിന്റെ ഫസ്റ്റ് ഇത് നമുക്ക് തുടങ്ങാം. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ മൈക്ക് കൈമാറുകയാണ്. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്രണവ്. ഇന്ത്യ എപ്പോഴും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ടീമായിരുന്നു. ഇൻ ദ ഹോം സീരീസ് ആയാലും എവേ സീരീസ് ആയാലും നല്ലൊരു ടഫ് എപ്പോഴും കൊടുക്കുന്ന ഒരു ടീമായിരുന്നു. ഇതൊരു വൺ ഓഫ് ദ റെയറസ്റ്റ് ഡിഫീറ്റ് എന്ന് പറയാം അറ്റ് ഹോം. അതും ഇന്ത്യ പിന്നാലെ തോൽക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സീരീസും കൂടെ ആയിരിക്കും. കാരണം ഇന്ത്യ എപ്പോഴും സ്പിന്നേഴ്സിന് നല്ലോണം കളിക്കുന്ന ഒരു ടീമായിട്ടും ഒരു ഫോർട്രസ് ആയിരുന്നു. എപ്പോഴും ഇന്ത്യയിൽ വന്നാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് എപ്പോഴും എല്ലാ ടീമിൻ്റെ ഉള്ളിലുണ്ട്. അത് ഓസ്ട്രേലിയ ആയാലും ഇംഗ്ലണ്ട് ആയാലും വെസ്റ്റ് ഇൻഡീസ് ആയാലും എത്ര വലിയ ടീമായാലും ഇന്ത്യയിൽ വന്നാൽ അവർക്ക് എപ്പോഴും നിരാശ മാത്രം സമ്മാനിച്ചൊരു ടീമാണ് ഇന്ത്യ. ഇങ്ങനെ ഒരു റെയർ ഓഫ് ദ ഡിഫീറ്റ് വരുമ്പോൾ ആസ് എ ഫാൻ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. പെട്ടെന്നൊരു കുറേ ഡിഫീറ്റ് അതിനകത്ത് ഉണ്ടായി. കോച്ചിങ് സ്റ്റാഫിൻ്റെ പുതിയ നിയമനം അത് എത്രത്തോളം എഫക്റ്റ് ആയി എന്നുള്ള കുറച്ച് റീസൺസ് ഉണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ സൈഡിൽ നിന്നൊരു തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയ അതിനകത്തൊരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഇഷ്യൂ തന്നെയാണ്. കാരണം BCCI ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും വേൾഡിലെ തന്നെ റിച്ചസ്റ്റ് വൺ ഓഫ് ദ ബോർഡാണ്. അപ്പോൾ അതേപോലത്തെ ഒരു കമ്മിറ്റി ഒരു കോച്ചിങ് സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവർ കുറച്ച് ക്രൈറ്റീരിയ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കോച്ചിങ് സ്റ്റാഫ് ആവാൻ വേണ്ടി തന്നെ കുറേ തരത്തിലുള്ള ആൾക്കാർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ആസ് എ ഗ്രേഡ് 1 കോച്ച് തൊട്ട് 4ാമത്തെ കോച്ച് വരെയും അവർ ഇത്ര ടീമിനെ കോച്ച് ചെയ്തിട്ട് അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് ഒരു ഗംഭീർ ആസ് എ ഒരു പേഴ്സണൽ ആളെപ്പോഴും നല്ലൊരു വാശിയുള്ളൊരു പ്ലെയർ ആയിരുന്നു, വൺ ഓഫ് ദ സീരിയസ് ഗൈ ഇൻ ദ ഫീൽഡ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം അതിനും അനുയോജ്യമായ കുറേ പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഗംഭീറിലേക്ക് എത്തിയത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഗംഭീർ ഓക്കെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ ഗംഭീറിന്റെ നിയമനം വന്നതോടുകൂടി കൊൽക്കത്തയിലുണ്ടായിരുന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി നല്ലോണം പെർഫോം ചെയ്തു. ആസ് എ മെൻറ്റർ ആയിരുന്നു ഗംഭീർ. ലക്നൗ സൂപ്പർ ജയൻസിലുണ്ടായിരുന്നു. അവർ ലാസ്റ്റ് ഒരു 2 വർഷമായിട്ട് അവരും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഗംഭീറിന്റെ ഒരു കഴിവുകൊണ്ടാണ് കൊൽക്കത്ത ജയിച്ചതെന്ന് വെച്ചാൽ അറിയില്ല. കാരണം അവർക്കൊരു ഹെഡ് കോച്ച് ഉണ്ട്. ഗംഭീർ ജസ്റ്റ് ഒരു മെൻറ്റർ ആയിരുന്നു. ഒരു ഹെഡ് കോച്ച് കാരണം ആണ് ഒരു ടീം ജയിക്കുക. അല്ലെങ്കിൽ അത് ആ ഒരു കൊൽക്കത്തയുടെ കോച്ച് അങ്ങനെ രഞ്ജി ട്രോഫി അടക്കം ഉത്തർപ്രദേശ്, മുംബൈ അങ്ങനെ കുറേ ടീമിൻ്റെ കൂടെ ജയിച്ചൊരു കോച്ചായിരുന്നു. ആ സമയത്ത് പോലും അവിടെ ഒരു മെൻറ്റർ ഇല്ല. അപ്പോൾ അതൊരു ഈ കോച്ചിൻ്റെ ഗുണമാണോ മെൻറ്ററിൻ്റെ ഗുണമാണോ അറിയില്ല. പിന്നെ ഈ പെട്ടെന്ന് നിയമനം വന്നത് കൂടി ഗംഭീർ ആവശ്യപ്പെട്ട എല്ലാ ഡിമാൻഡും BC അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം മോണെ മോർക്കൽ ഒരു ഫാസ്റ്റ് ബോളിംഗ് കോച്ചാണ്. അങ്ങേര് ലൈക്ക് മോണെ മോർക്കൽ ഈസ് വൺ ഓഫ് ദ ലെജൻഡറി ബോളർ സൗത്ത് ആഫ്രിക്ക എവർ പ്രൊഡ്യൂസ്ഡ്. അങ്ങേരെ ഹൈറ്റും സീ മൂവ്മെൻറ്റും എപ്പോഴും എല്ലാ ബാറ്റ്സ്മാനും ബുദ്ധിമുട്ടുള്ള ഒരു ബോളറായിരുന്നു. പക്ഷേ ഒരു ഇന്ത്യൻ ബോളിംഗ് കോച്ച് ആവാനുള്ള അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ബിക്കോസ് അങ്ങേര് ഫാസ്റ്റ് ബോളിംഗ് കോച്ചായിട്ട് വന്നിട്ട്
ഇന്ത്യ ഒരു സ്പിന്നറിങ് അല്ലെങ്കിൽ സ്പിൻ ബോളിംഗ് കോച്ചിനെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. കാരണം ലേറ്റസ്റ്റ് ഓഫ് ദ സീരീസ് എല്ലാം ഇന്ത്യക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ളത് സ്പിന്നേഴ്സ് കളിക്കാനാണ്. വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് ഈ വൈറ്റ് ബോൾ സീരീസ് ശ്രീലങ്കയിൽ നടന്നത്. അവിടെ ഇന്ത്യ 27 വർഷം സംതിങ് ആയിട്ട് തോക്കാത്തൊരു സീരീസ് ഇന്ത്യ റെയർ ഡിഫീറ്റ് അവിടെ മേടിച്ചു. അവിടെയും തോറ്റത് സ്പിന്നേഴ്സിനെതിരെ കളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അവരെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അവരെ പ്ലെയറായ തീക്ഷണ പറയുന്നത് കേട്ടു. കാരണം ഇന്ത്യ എപ്പോഴും ഇന്ത്യയിൽ ജയിക്കുന്നതും ചെറിയ ഗ്രൗണ്ടിലും ഫ്ലാറ്റ് പിച്ചസിലുമാണ് ഇന്ത്യ എപ്പോഴും റെക്കോർഡ് അടിച്ച് ജയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇന്ത്യക്ക് ഒരു ടേണിംഗ് ട്രാക്ക് കൊടുക്കാം. ഇന്ത്യയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും ചോദിച്ചു. ഫസ്റ്റ് കളി ഡ്രോ ആയി, രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളി ഇന്ത്യ തോറ്റു, സീരീസ് ഡിഫീറ്റ് അവിടെ മേടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്പിൻ ബോളിംഗ് കോച്ച് അവിടെ ഉണ്ടായെങ്കിൽ ഫസ്റ്റ് തോൽവിക്ക് ശേഷം തന്നെ ആ സ്പിൻ ബോളിംഗ് കോച്ച് അവർക്കുള്ള അനലിസ്റ്റ് ചെയ്തേനെ. അവരുടെ ബോളിംഗ് എവിടെയാണ്, ഏത് ലെങ്ത്തിലാണ് കുത്തിക്കുന്നത്, ഏത് ലൈനിലാണ് അവർ ബോൾ വരുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു ടീമിന് വേണ്ടി അങ്ങേര് അത് ഡെഡിക്കേറ്റ് ചെയ്തേനെ. അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ ഓഡിയയിലും മൂന്നാമത്തെ ഓഡിയയിലും ഇന്ത്യക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എപ്പോഴും ഒരു കോച്ചിന്റെ ഗുണമായിരിക്കും ആ ഒരു പ്ലെയർ തോക്കുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നന്നാക്കണം, അല്ലെങ്കിൽ ബെറ്റർ ആക്കണം എന്നുള്ളൊരു ഇത് കോച്ചിങ്ങിന്റെ സ്റ്റാഫിന്റെയും ഒരു മൈൻഡ് സെറ്റിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതൊഴികെ ഇപ്പോ ബോളിംഗ് കോച്ചിന്റെ അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇന്ത്യൻ ടീമിന് ഒരു ബാറ്റിംഗ് കോച്ചില്ല, നിലവിലൊരു ബാറ്റിംഗ് കോച്ചില്ല. ഇന്ത്യക്കുള്ള 2 അസിസ്റ്റന്റ് കോച്ചാണ്, അഭിഷേക് നായർ, ടെൻഡോസ്റ്റേജ്, പിന്നെ മോണെ മോർക്കൽ, പിന്നെ ദിലീപ്. ഈ ടെൻഡോസ്റ്റേജ് വൺ ഓഫ് ദ എപ്പോഴും ഓഫ് ഫീൽഡ് ആയാലും ഓൺ ഫീൽഡ് ആയാലും വൺ ഓഫ് ദ ഗുഡ് പ്ലെയർ, അല്ലെങ്കിൽ നല്ലൊരു ജെന്റിൽമാൻ എന്ന് പറയാം. കാരണം എപ്പോഴും ടീം പ്ലെയർ ആണ്, എപ്പോഴും എല്ലാ ടീമിന്റെ കൂടെ എപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണെങ്കിൽ. അപ്പോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരു ഫീൽഡിംഗ് കോച്ചിന്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവിടെ ദിലീപ് എന്നുള്ളൊരു പ്ലെയർ ഒരു കോച്ച് ഓൾറെഡി അവിടെ ഉണ്ട്. ഈ ദിലീപ് അവിടെ കാണിച്ചത് ഞങ്ങൾ കണ്ടായിരുന്നു 2023 വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റത് പോലും ആയാലും അവിടെ ആ ഒരു പ്രസൻസ്, ദിലീപിന്റെ ഒരു പ്രസൻസ്, ആ ടീമിന് കൊടുത്ത ആ ഒരു എനർജി, ആ ഒരു എന്താ പറയുക, ഒരു ബോണ്ടിങ് വളരെ പറയാൻ പറ്റാത്ത വാക്കുകൾ പറ്റില്ല ഞങ്ങൾക്ക്. അത്രത്തോളം അങ്ങേര് ആ ഒരു ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു കോച്ചിന്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. കാരണം ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ബാറ്റിംഗ് കോച്ചും ബോളിംഗ് കോച്ചും ഇല്ലാണ്ട് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു വേൾഡ് ക്രിക്കറ്റിലേക്ക് വരുന്നത് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു ടീമിന് എപ്പോഴും ഒരു ബാറ്റിംഗ് കോച്ച് ആനുകൂല്യം എപ്പോഴും ആവശ്യമാണ്. കാരണം ഗംഭീർ ഒരു പ്ലെയർ ആണെങ്കിൽ പോലും ഇന്ത്യ ഇപ്പോൾ ഈ ഇന്ത്യയിൽ ന്യൂസിലാൻഡായിട്ട് സീരീസ് തോറ്റതിൽ ഫസ്റ്റ് ടെസ്റ്റ് ഓക്കെ രോഹിത് ശർമ്മ അതിനെ അംഗീകരിച്ചു, ഞങ്ങൾ പിച്ച് റീഡ് ചെയ്തില്ല, എൻ്റെ മിസ് ജഡ്ജ്മെന്റ് ആയിരുന്നു, ഓക്കെ. അത് റിഫ്ലക്ട് ചെയ്യാൻ രണ്ടാമത്തെ ടെസ്റ്റിൽ പറ്റുമോ? ഇല്ല. മൂന്നാം ടെസ്റ്റിലും അതിലും പറ്റിയില്ല. അപ്പോൾ അവിടെ റിഫ്ലക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം അടി കിട്ടി പോലും പിന്നെയും പഠിക്കാണ്ട് ടീം സെലക്ഷൻ റോങ് ആയിരുന്നു. നല്ല സ്കോഡ് ഉണ്ടെങ്കിൽ പോലും ടീം സെലക്ഷൻ ഭയങ്കര റോങ് ആയിട്ട് തോന്നി. കാരണം ആസ് പെർ സിറ്റുവേഷൻ അവർ ആ ടീം കളിച്ചില്ല. വാഷിംഗ്ടൺ സുന്ദർ കമ്മിങ് ബാക്ക് ഫ്രം എ ഗുഡ് രഞ്ജി സീസൺ നല്ലൊരു 150 അടിച്ചു. അപ്പോൾ ബോളിംഗ് നല്ലായിരുന്നു. ആ പെട്ടെന്ന് ടീം ഇൻക്ലൂഷൻ വന്നപ്പോൾ പോലും എല്ലാവരും ചോദിച്ചു വൈ. കാരണം കുൽദീപ് യാദവ് പോലൊരു ചൈനാമാൻ ബോളർ അവിടെ ബെഞ്ച് ചെയ്യുന്നു. അക്ഷർ പട്ടേൽ പോലൊരു ഓൾറൗണ്ടർ ഇരിക്കുമ്പോഴും അവിടെ എല്ലാവർക്കും ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ എല്ലാവർക്കും ഉള്ള മറുപടി കൊണ്ട് ഹി വാസ് ദ വൺ ഓഫ് ദ സ്റ്റാൻഡ് ഔട്ട് ബോളർ ഫോർ ഇന്ത്യ ആ ഒരു ടെസ്റ്റ് മാച്ചിൽ. പിന്നെ ഇന്ത്യക്ക് തോറ്റു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം ആസ് എ ന്യൂസിലാൻഡ് അവരൊരു വിസിറ്റിംഗ് ടീം ആയത് അവർക്ക് ആ ഒരു ബോളിംഗ് ലൈനപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അവർക്കൊരു ബോളിംഗ് ഉണ്ട്. എന്നാൽ പോലും അവർക്ക് ഇന്ത്യനെ തോൽപ്പിക്കാനുള്ള സ്പിൻ ബോളിംഗ് പ്ലേയേഴ്സ് ഉണ്ടോ? ഇല്ല. കാരണം അവർക്ക് ആകെയുള്ള ഒരു ബോളിംഗ് അല്ലെങ്കിൽ അവരുടെ പ്രീമിയർ ബോളറായിട്ട് വന്നത് അജാസ് പട്ടേൽ മാത്രമാണ്. അജാസ് പട്ടേൽ എത്ര വിക്കറ്റ് എടുത്തു ചോദിച്ചാൽ ബാംഗ്ലൂരിൽ മാത്രമാണ് അജാസ് പട്ടേൽ ഒരു സ്റ്റാർ ആയിട്ട് നിന്നത്. ബാക്കി 2 ടെസ്റ്റിലും അജാസ് പട്ടേൽ വാസ് ഇൻഎഫക്റ്റീവ് ബിക്കോസ് പന്ത് എക്സ്ട്രാ ഓർഡിനായിട്ട് അജാസ് പട്ടേലിനെ പ്രഷറിൽ നിന്ന് മാറ്റി അവന് ബോളിംഗ് ലെങ്ത്തും ലൈനിലേക്ക് മാറ്റി കുറച്ച് ഷോട്ടിലേക്ക് വരുന്നു. കാരണം അജാസ് പട്ടേൽ അവിടെ എഫക്റ്റീവ് ആവാൻ പറ്റണില്ല. മിച്ചൽ സാന്റർ വൺ ഓഫ് ദ ഗ്രേറ്റ് ബോളറാണ്. എന്നാൽ പോലും ഇന്ത്യനെ തോൽപ്പിക്കാനുള്ള ബോളിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കഴിഞ്ഞ ഒരു 50 ഇന്നിങ്സ് അല്ലെങ്കിൽ 40 ഇന്നിങ്സിൽ ആകെ സാന്റർ ടെസ്റ്റിൽ ഏഷ്യയിൽ ആകെ 50 വിക്കറ്റോളം നേടിയിട്ടുള്ളൂ. അവിടെ തന്നെ അറിയാം സാന്റർ എന്നുള്ള ഒരു ബോളർ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഏഷ്യ കൺട്രി. ഇപ്പോൾ ഈ കഴിഞ്ഞ ശ്രീലങ്കൻ സീരീസ് പോലും സാന്ററിന് അത്ര എഫക്റ്റീവ് ആവാൻ പറ്റിയില്ല. എന്തുകൊണ്ട് ഇവിടെ ഒന്ന് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദ ആൻസർ ഈസ് ഇന്ത്യയുടെ ബാറ്റിംഗ് ടെക്നിക്ക് ആയിരിക്കാം. കാരണം
കൂടുതൽ ഡിഫൻസിലേക്ക് പോകാണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഫൻസീവിലേക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല. അവരത് പക്ഷെ സാന്റർ വൺ ഓഫ് ദ ഗുഡ് ബോളറാണ്, കാരണം അക്യൂറേറ്റ് ആയിരിക്കും. ഈസ് വൺ ഓഫ് ദ ബോളർ. എപ്പോഴും ആ ഒരേ ലെങ്ത്തിൽ ബോൾ എറിയാനും ഒരേ ലൈനിൽ ബോൾ എറിയാനും ആ ഒരു ബാറ്റിംഗ് ഒരു ബാറ്ററിനെ എപ്പോഴും സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറായിരുന്നു സാന്റർ. പക്ഷേ ഇന്ത്യ ഇതിനു മുമ്പ് സാന്റർ വന്നിട്ടുണ്ട്, അപ്പോൾ പോലും ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ തോന്നിയത് ഇന്ത്യയുടെ ആ ഒരു ബാറ്റിംഗ് അപ്രോച്ച് ആയിരുന്നു. കാരണം ആസ് എ രോഹിത് ശർമ്മ, ഇപ്പൊ എല്ലാവരും പറയുന്നത് രോഹിത് ശർമ്മ 2.0, കാരണം ഇൻ ടെസ്റ്റ് അത് എഫക്റ്റീവ് അല്ല. കാരണം ബംഗ്ലാദേശ് പോലെ ഒരു ടീമിന്റെ കൂടെ അങ്ങനെ ഒരു കളി കളിച്ചെന്ന് പറഞ്ഞ് ആസ് ഒരു നല്ലൊരു ബോളിംഗ് ലൈനപ്പ്, ഇപ്പോൾ സൗദി, മാറ്റ് ഹെൻറി, ഇപ്പോൾ വില്യം അറൂക്കി, അവർക്കെതിരെ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ ടെസ്റ്റ് സീരീസ് കാണിച്ചു. കാരണം ഇതേപോലൊരു ബാറ്റിംഗ് അഗ്രസീവ് ഓക്കെ എപ്പോഴും നന്നാവണമെന്നില്ല. അതിന്റെ ഒരു എക്സാമ്പിളാണ് ബാസ്ബോൾ. വന്നതുപോലെ ഇപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ അവർ നിൽക്കുന്നത്. കാരണം ഏഷ്യൻ കൺട്രീസിൽ യു നീഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക് ഇൻ ഡിഫൻസ്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ലെജൻഡറി പ്ലേയേഴ്സ് സച്ചിൻ, ദ്രാവിഡ്, ലക്ഷ്മൺ അവരെ പോലത്തെ കാണിച്ചു തന്നതാണ് ഡിഫൻസ് എങ്ങനെയാണെന്ന്. ഷെയിൻ വാൺ, മുത്തയ്യ മുരളീധരൻ അവർ വന്നിട്ട് പോലും ഇവരുടെ എഡ്ജ് കടക്കാൻ ബുദ്ധിമുട്ടിയതാണ്. കാരണം അവരുടെ ഫ്രണ്ട് ഫുട്ട് വന്ന് ആ ഒരു സ്ട്രൈഡ് എടുത്ത് അവർ ഡിഫെൻസ് ചെയ്യണത് ഇൻ ടു ദ പിച്ചായിരുന്നു. ഒരു ബോള് മുമ്പിലേക്കുന്ന സില്ലി പോയിന്റിന്റെ അടുത്തേക്ക് പോലും ആ ബോൾ പോകില്ലായിരുന്നു. ലെഗ് സ്ലിപ്പ് ബോൾ പോകാത്തത് അവരെ മുമ്പിൽ അവർ പിച്ച് ചെയ്യും. കാരണം ഇൻ ടു ദ പിച്ച് പോയി കളിക്കുമ്പോൾ ആ ബോളും പാഡും ബാറ്റും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഭയങ്കര കുറവായിരുന്നു അവർക്ക്. ഈ തവണ കാണുമ്പോൾ ഗില്ല് വൺ ഓഫ് ദ സ്ട്രെയിറ്റ് ബോൾ, ആ പിച്ച് ഒരു റാങ്ക് ടേണർ ആയിരുന്നു, എന്നിട്ട് പോലും ആ ഗില്ല് ലീവ് ചെയ്ത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല. കാരണം ആ ലെങ്ത്തിൽ അതൊരു ഷോർട്ടർ ലെങ്ത് ആയിരുന്നില്ല, ഫുൾ ലെങ്ത്തിൽ ലീവ് ചെയ്തു. അവിടെ നിന്ന് അവർക്ക് ആ ഒരു ഓപ്പണിംഗ് കിട്ടി. പിന്നെ വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും അവർക്ക് ഒരു ഓഫ് സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മ ലേറ്റ്ലി വന്നുപോയി എന്നൊരു ഫോമിലാണ് രോഹിത് ശർമ്മ ഉള്ളത്. വിരാട് കോഹ്ലി സ്ട്രഗ്ലിംഗ്. 2021 ശേഷം വിരാട് കോഹ്ലി കളിച്ച നല്ലൊരു സീരീസ് എന്ന് പറയാനില്ല. ഉള്ളത് പറയുമ്പോൾ ആകെയുള്ളത് 2023 വേൾഡ് കപ്പ്. വൺ ഓഫ് ദ റൺ മെഷീൻ ആയിരുന്നു. 790 റൺസിനടുത്ത് അടിച്ച ഏറ്റവും ടോപ്പ് പ്ലെയർ ആയിരുന്നു വിരാട് കോഹ്ലി. അയാൾ ഓൾവേസ് എ ഫാൻ, അതിൻ്റെ ഒരു ഇൻസ്പയർ ആണ് വിരാട് കോഹ്ലി. നല്ലൊരു ബാറ്റിംഗ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ്. എല്ലാ ഇന്ത്യക്കാരും അതേപോലെയാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നൊക്കെ പറയുമ്പോൾ ഒരു സച്ചിൻ, അതിന് താഴെ നിൽക്കുന്ന ഒരു പ്ലെയേഴ്സ് ആണ്. എപ്പോഴും അവർ ഒരു സ്ഥാനത്തോടെ ഒരുമിച്ച് കാണുന്ന ഒരു പ്ലെയേഴ്സ് ആണ്. അവർ ഈ ഒരു ബാറ്റിംഗ് പെർഫോമൻസിൽ ഇങ്ങനെ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. വിരാട് കോഹ്ലി ഡിഫെൻസ് ചെയ്യുന്നു, ബോൾ എഡ്ജ് ആവുന്നു. കാരണം പൂനെ ടെസ്റ്റിൽ വിരാട് കോഹ്ലിയുടെ ഡിസ്മിസിൽ എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ടെക്നിക്ക് തന്നെ ആയിരിക്കും. കാരണം ആ പിച്ചിൽ, മുംബൈയിൽ റെഡ് സോയിൽ പിച്ചിൽ എപ്പോഴും ബൗൺസ് കൂടുതലായിരിക്കും. എന്നിട്ട് പോലും വിരാട് കോഹ്ലി അത്ര മുമ്പിൽ സ്ട്രൈറ്റ് ഫോർവേഡ് എടുത്തുകൊണ്ട് മാത്രമാണ് എഡ്ജ് ആയത്. അത്ര നല്ല ബോളൊന്നും ആയിരുന്നില്ല. ഓക്കെ, വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ് ആ ഒരു ബോളറിനെ, പെർട്ടിക്കുലറി ആ ഒരു ബോളറിനെ അത്ര മികച്ചൊരു ബോളറാക്കുന്നത്. കാരണം ആ ഒരു ബാറ്റിംഗ് സ്കില്ലായിരിക്കാം മേ ബി. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ആയിരുന്നു. കാരണം രോഹിത് ശർമ്മ എപ്പോഴും നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വന്നപ്പോഴായാലും ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നപ്പോഴായാലും ഓസ്ട്രേലിയ ആയിട്ടും 2-1 രോഹിത് ശർമ്മക്ക് ജയിക്കാൻ സാധിച്ചു. ഇംഗ്ലണ്ട് വന്നപ്പോഴായാലും 4-1 സാധിച്ചു. അതും ഫസ്റ്റ് കളി തോറ്റതിന് ശേഷം എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തായിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി. വിശാഖപട്ടണം നടന്ന മാച്ചിൽ രോഹിത് ശർമ്മ ഓക്കെ ഓഫ് കളറായിരുന്നു. ആ ഒരു പ്ലെയർ ക്യാപ്റ്റനായിട്ടും ബാറ്റ്സ്മാനായിട്ടും ഓഫ് ദ കളറായിരുന്നു. ആ ഒരു സീരീസ് വൺ ഓഫ് ദ ഇൻസ്പയറിംഗ് സീരീസ് എന്ന് പറയാം. കാരണം യങ് പ്ലേയേഴ്സ് ലൈക്ക് ധ്രുവ് ജുറൽ, സർഫറാസ്, രജത് പട്ടിദാർ, അതേപോലത്തെ കുറേ പ്ലേയേഴ്സ്, യങ് പ്ലേയേഴ്സ് വന്നു. വിരാട് കോഹ്ലി ഉണ്ടായില്ല. ഡ്യൂ ടു പേഴ്സണൽ റീസൺ വിരാട് കോഹ്ലി നോട്ട് അവൈലബിൾ. KL രാഹുൽ ഉണ്ടായില്ല, പന്ത് ഉണ്ടായില്ല, ഷമി ഇല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എഗെയിൻസ്റ്റ് എന്താ പറയുക, നല്ലൊരു ടീ ഫോമിൽ വന്ന ഇംഗ്ലണ്ട് ആയിരുന്നു. ബാസ് ബോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു എറ അവർ സ്റ്റാർട്ടായി ഇന്ത്യയിലേക്ക് വന്നത് വളരെ ഏറെക്കുറെ എല്ലാവരും ഒറ്റ നോക്കിയ ഒരു സീരീസ് ആയിരുന്നു. കാരണം ബാസ് ബോൾ എത്രത്തോളം ഇന്ത്യയിൽ എഫക്റ്റീവ് ആയിരുന്നു ആർക്കും അറിയില്ല. കാരണം ഇന്ത്യ അതേപോലെ പിച്ചും ടേണേഴ്സ് ആക്കിയില്ല. അതൊരു സ്പോർട്ടിംഗ് ട്രാക്ക് ആയിരുന്നു. ഫസ്റ്റ് 3 ബാറ്റിങ്ങും ഫസ്റ്റ് ഒരു സെഷനിൽ സിങ് മൂവ്മെന്റ് എല്ലാ ബോളേഴ്സിനും ഒരേപോലെ എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഒരു പിച്ചായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. 3ാമത്തെ ദിവസം മുതൽ ടേൺ ഉണ്ടായുള്ളൂ. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പിച്ചായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ഇതേപോലത്തെ ഒരു ബോളിംഗ് ലൈനപ്പിന്റെ കൂടെ ഔട്ടാവുന്ന ഈ പ്ലേയേഴ്സ്, മുത്തയ്യ മുരളീധരൻ, ഒരു ഷെയിൻ വോൺ വന്നാൽ പോലെ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ആ കാലഘട്ടത്തിൽ റാങ്ക് ടേണേഴ്സ് വളരെ വളരെ കുറവായിരുന്നു. കാരണം ആ കാലത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസം പോകണം. 5 ദിവസം പോയാൽ ടെസ്റ്റ് അല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു ആ കാലത്ത് ടെസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. 5 ദിവസം മിനിമം ടെസ്റ്റ് ഓടിക്കൊണ്ടിരിക്കും. അതൊരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു 3 താഴെ റൺ റേറ്റ് ഉണ്ടാവുള്ളൂ.
ഒരു എൻറ്റയർലി ഡേ ഒരു 3 താഴെ ഒരു റൺ റേറ്റിൽ പോയിക്കൊണ്ടിരുന്ന കളിയായിരുന്നു. ഇപ്പോൾ എല്ലാവരും അൾട്രാ അഗ്രസീവ് ആയിട്ട് ടെസ്റ്റ് കളിക്കാൻ നോക്കുന്നു. ഓക്കെ, പക്ഷെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ബാറ്റ്സ്മാൻ ഹോൾഡിംഗ് ദ ഫോർട്രസ്, അല്ലെങ്കിൽ ആ ഒരു കോട്ട പിടിച്ച് നിർത്തണം, ലൈക്ക് പുജാര, ദ്രാവിഡ്. ആ ഒരു പ്ലെയർ, അതേപോലത്തെ ഒരു പ്ലെയറിന്റെ മിസ്സിംഗ് ആണ് ഇന്ത്യ, ഐ ഫീൽ. ബിക്കോസ് എപ്പോഴും ഒരു ബോളറിനെ അല്ലെങ്കിൽ ഒരു പ്ലെയർ ആ ഒരു സൈഡിൽ നിന്ന് ഡിഫെൻസീവ് നിൽക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഒരു ബാറ്റ്മാൻ അറ്റാക്ക് ചെയ്യാം. കാരണം ആ ഒരു ലെങ്ത്തും എപ്പോഴും അവർക്ക് ആ ഒരു ഷൂട്ടബിൾ ആയിട്ടുള്ള ലെങ്ത്തിലും ബോൾ വരില്ല, കാരണം ആ ബോളർ എപ്പോഴും പ്രഷറിലായിരിക്കും. അതേപോലെ തന്നെയാണ് ഇന്ത്യ ഈ കാലഘട്ടത്തിൽ എല്ലാം ഓസ്ട്രേലിയ ചോദിച്ചാൽ അതേപോലെ ആയിരുന്നു. ഒരു സൈഡിൽ പൂജാര ഡിഫെൻസ് ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി ആ സൈഡിൽ അഗ്രസീവായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴും നോക്കിയാൽ മതി, പൂജാര റൺസ് നോക്കിയാൽ മതി. 180 ബോളിൽ 30 റൺ, 20 റൺസ് ഒക്കെ എടുത്ത് പൂജാര ആ ന്യൂ ബോൾ ആയാലും ന്യൂ ബോളിന്റെ ആ സീം മൂവ്മെന്റും ഷൈനും കളഞ്ഞ് പൂജാര അവിടെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പോസിബിളി ഒരു നല്ലൊരു പ്ലെയർ ആവുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ പറ്റും, ആ ഒരു പാറ്റേൺ പാസ് ചെയ്യാൻ പറ്റും. പിന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി വൺ ഓഫ് ദ റീസൺ ആയിരുന്നു തോന്നുന്നു തോക്കാൻ കാരണം അല്ലെങ്കിൽ ക്യാപ്റ്റൻസി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽ ഇഷ്യൂസ് ആണെന്ന് അറിയില്ല. കാരണം രോഹിത് ശർമ്മ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇംഗ്ലണ്ട് സീരീസിൽ ഫസ്റ്റ് കളി തോറ്റ ശേഷം 4 കളി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. കാരണം അങ്ങനത്തെ ഒരു പ്ലെയർ ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിക്കൊടുത്തൊരു ക്യാപ്റ്റൻ പെട്ടെന്നൊരു സീരീസ് ഇങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ കോച്ചിങ്ങിന്റെ ഇഷ്യൂസ് ആയിരിക്കാം. കാരണം ദ്രാവിഡ് ഉണ്ടായിരുന്നപ്പോഴും വിക്രം റത്തോഡ് ഉണ്ടായപ്പോഴും പരസെമ്പര ഉണ്ടായപ്പോഴും ഇന്ത്യക്ക് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു, പ്ലെയേഴ്സ് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു, ബാക്കിംഗ് അപ്പ് ദ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ദ്രാവിഡ് ഞങ്ങൾ വിചാരിച്ച പോലെ അത്രയും ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ 50-50 എന്നൊരു കോച്ചായിരുന്നു ദ്രാവിഡ്. ദ്രാവിഡിന്റെ ആ ഒരു കോച്ചിങ് സ്റ്റൈൽ ഒരു 50% ഓഫ് ഇന്ത്യൻ ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു ബാക്കിംഗ്, അതേ പ്ലെയേഴ്സിനെ ബാക്ക് ചെയ്ത് പക്ഷെ ആ റിസൾട്ട് 2023 ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് നേടാൻ പറ്റിയില്ല. അതോടുകൂടി ദ്രാവിഡിനോടുള്ള ആ ഒരു വിശ്വാസം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അവിടെ ദ്രാവിഡിന്റെ ടെന്യൂർ കഴിഞ്ഞതായിരുന്നു. എന്നിട്ട് പോലും രോഹിത് ശർമ്മയുടെ ഇന്റർവ്യൂവിൽ ദ്രാവിഡ് പറയുന്നത് കേൾക്കാറുണ്ട്. രോഹിത് ശർമ്മ തോറ്റതിന്റെ 2-3 ദിവസം എനിക്കൊരു കോൾ വന്നു. ആ ഒരു കോളിൽ രോഹിത് ശർമ്മ പറഞ്ഞു, ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് വേൾഡ് കപ്പ് ജയിച്ചിട്ട് നിർത്താം. അത് ദ്രാവിഡ് ഇപ്പോഴും ആ ഇന്റർവ്യൂ പറഞ്ഞ് കേൾക്കാറുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് കോളാണ് ദ്രാവിഡ് റിസീവ് ചെയ്തത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രോഹിത് ശർമ്മ നല്ലൊരു ക്യാപ്റ്റനായിട്ട് തന്നെ ഫോളോ ചെയ്തു വന്നത്. ഇത് കോച്ചിങ് ഇഷ്യൂസ് ആണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം. കാരണം ഇത്ര നല്ലൊരു ക്യാപ്റ്റൻ പെട്ടെന്ന് ഒരു ടെസ്റ്റ് തോറ്റ് അത് ഏറ്റു പറഞ്ഞ് രണ്ടാമത്തെ ടെസ്റ്റിലും ഇതേ മിസ്റ്റേക്ക് വരുമ്പോൾ, മൂന്നാമത്തെ ടെസ്റ്റിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഐ ഫീൽ അതൊരു കോച്ചിങ് ഇഷ്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പിച്ച് റീഡ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്രയും സീനിയർ പ്ലെയേഴ്സ് ആയിട്ടായിരിക്കുമ്പോൾ പിച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല. സെയിം ആ ഒരു പെർഫെക്റ്റ് കണ്ടീഷനുള്ള പ്ലേയിങ് ലെവൻ എടുക്കാൻ സാധിക്കുന്നില്ല. ബുംറയെ റെസ്റ്റ് ചെയ്ത് മൂന്നാമത്തെ ടെസ്റ്റിൽ വാങ്കഡയിൽ ആകാശ് ദീപിനെ സിറാജിനെ കളിപ്പിച്ച് എന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം സിറാജ് ആകെ കൂടിപ്പോയ 5 ഓവർ കൂടുതൽ സിറാജ് ആ മാച്ചിൽ എറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എടുത്തെന്നറിയില്ല. അല്ലെങ്കിൽ 4 ഔട്ട് സ്പിൻ അറ്റാക്കിൽ പോകണമായിരുന്നു. അക്ഷർ പട്ടേൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 10ാമത് വരെ ഒരു ബാറ്റിംഗ് ഡെപ്തും കിട്ടിയാനെ നല്ലൊരു ഫൈൻ ബോളറും കൂടെ ആയിരുന്നു. അങ്ങനെ ചെയ്യാമായിരുന്നു. അതൊരു റാങ്ക് ടേൺ ആയിരുന്നു. ഫസ്റ്റ് ഓവർ അശ്വിന്റെ ഫസ്റ്റ് ഓവർ ഒരു ടേൺ ആവുന്നുണ്ട്. അവിടേക്ക് നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ഓഫ് സീരീസ് ആയിരുന്നു, വിത്ത് ബാറ്റ് ആൻഡ് ബോൾ. ഒരേ സമയം ഇന്ത്യയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫെയിൽ ആയ ഒരു സീരീസ് ആയിരുന്നു ഇത്. ഫീൽഡിങ് ആയിക്കോട്ടെ, കുറേ രീതിയിൽ മിസ് ഫീൽഡിങ് ചെയ്തു. ആ ഒരു ടെസ്റ്റ് സീരീസ് രോഹിത് ശർമ്മ ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. സുനിൽ ഗവാസ്കർ പറഞ്ഞ പോലെ ഹി വാസ് എ നെഗറ്റീവ് ക്യാപ്റ്റൻ ത്രൂ ഔട്ട് ദ സീരീസ്. ഒരു ഫസ്റ്റ് ടെസ്റ്റിൽ ന്യൂസിലാൻഡ് അറ്റാക്ക് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടെസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് രോഹിത് ശർമ്മക്ക് ലോങ് ഓഫ് ഉണ്ട്. ആദ്യമായിട്ടാണ് ടെസ്റ്റിൽ എങ്ങനെ കാണും. പിന്നെ ഡീപ്പ് മിഡ് സ്ക്വയറിലുണ്ടായിരുന്നു, മിഡ് വിക്കറ്റിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം ന്യൂ ബോൾ ആയാൽ പോലും സ്വിംഗ് ആയാലും സീം ആയാലും അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ അറ്റാക്ക് ചെയ്യാത്തതുകൊണ്ടും അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള സിംഗിൾസ് കൊടുത്തു. രോഹിത് ശർമ്മക്കോടെ പ്രഷർ ബിൽഡ് ചെയ്യാൻ സാധിച്ചില്ല. അവരെല്ലാ വിക്കറ്റിൽ നോക്കിയാലും അവരൊരു മിനിമം ഒരു 50-60 ബോൾ എല്ലാ പാർട്ണർഷിപ്പിലും കളിച്ചിട്ടുണ്ട്. ആ ഒരു ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു പാർട്ണർഷിപ്പ് വളരെ കുറവായിരുന്നു. ആ ഒരു ക്യാപ്റ്റൻസി ഇഷ്യൂസിൽ റൺസ് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗംഭീർ എന്നുള്ളൊരു കോച്ച് കണ്ടാൽ അത് ശരിയാക്കേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു. അതുപോലും കടന്നില്ല. ഗംഭീർ ചെയ്തില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോം ഔട്ടിൽ നിൽക്കുന്നു, അതൊരു ബാറ്റിംഗ് കോച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. 2021 ശേഷം ആ ഒരു പഴയ വിരാട് കോഹ്ലി ഇല്ല. ആ ഒരു ഹങ്കർ ഫോർ ദ റൺസ് വിരാട് കോഹ്ലി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. 2023 വേൾഡ് കപ്പ് അത് സ്റ്റാൻഡ് ഔട്ട്. ബട്ട് അതിനുശേഷം വിരാട് കോഹ്ലി പിന്നെ ടെസ്റ്റിലായപ്പോലും ഇപ്പോൾ ടെസ്റ്റ് റീസെന്റ് ഒരു 5 സീരീസ് അല്ലെങ്കിൽ 10 സീരീസ് ആയിട്ട് വിരാട് കോഹ്ലി നല്ലൊരു സെഞ്ചുറി അടിച്ചിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി ജയിക്കാൻ പറ്റുന്ന ടൈപ്പ് സെഞ്ചുറി അടിച്ചിട്ടില്ല.
ലാസ്റ്റ് സെഞ്ചുറി ഐ ഗസ് ഇൻ വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു തോന്നുന്നു. അതൊരു വീക്ക് ഒപ്പോണന്റ് ആയിരുന്നു, നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. അതേപോലെ അഹമ്മദാബാദിൽ ഓസ്ട്രേലിയക്കെതിരെ വിരാട് കോഹ്ലി റൺസ് ഇല്ലാത്ത ടൈമായിരുന്നു. വിരാട് കോഹ്ലി 180 സംതിങ് അടിക്കും, 200 അടിക്കാൻ സാധിക്കാത്തൊരു ടെസ്റ്റ് ആയിരുന്നു. അതും ഒരു ഫ്ലാറ്റ് ട്രാക്ക് ആയിരുന്നു. അവസാനം അതൊരു ഡ്രോ മാച്ചിൽ അവസാനിക്കും. വിരാട് കോഹ്ലിയുടെ ഇപ്പോൾ ഈ ഫോം ആ ഒരു നല്ലൊരു ടീമിലൊരു നല്ലൊരു ബാറ്റിംഗ് കോച്ച് ഉണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഗംഭീർ ആയിരിക്കുമ്പോൾ ഗംഭീറിന്റെ ഒരു മനസ്സിലുണ്ടാവും അവൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയ കോച്ച് ക്യാപ്റ്റനാണ്, ഞാൻ പറഞ്ഞ് ശരിയാക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാന്ന് തോന്നുന്നു അവരുടെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കുറേ ചോദ്യം അതിനകത്തുണ്ട്. പിന്നെ കുൽദീപ് യാദവിനെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് മാറ്റിയത് എല്ലാ പിച്ചും ടേണേഴ്സ് ആയിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് മാറ്റി? ഇന്ത്യ ഫസ്റ്റ് ടെസ്റ്റ് തോറ്റുകൊണ്ട് എന്തിനാണ് പൂനെയിൽ ഒരു ടേണർ കൊടുത്തെന്നറിയില്ല. നല്ലൊരു സ്പോർട്ടിംഗ് ട്രാക്ക് കൊടുത്തെങ്കിൽ ഇന്ത്യക്ക് 50-50 ഇന്ത്യയുടെ ഇപ്പോൾ ഫോമോട്ടുള്ള ബാറ്റ്സ്മാൻമാർക്ക് പോലും തിരിച്ചൊരു ഫോമിലേക്ക് വരാനുള്ള ട്രാക്ക് കൊടുക്കായിരുന്നു. ഇപ്പോൾ രോഹിത് ശർമ്മ തേർഡ് ടെസ്റ്റിലായപ്പോലും പണ്ട് ഏതൊരു ലെജൻഡറി പ്ലെയർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രോഹിത് ശർമ്മ വിക്കറ്റ് എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ്. കാരണം രോഹിത് ശർമ്മക്ക് വിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ടൈമിൽ രോഹിത് ശർമ്മ ഗിഫ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് രോഹിത് ശർമ്മ. അതേപോലെ കാരണം രോഹിത് ശർമ്മ എല്ലാ വിക്കറ്റും കണ്ടാലും അറിയാം, ഓഫ് സ്റ്റമ്പിൽ വിക്കറ്റ് ഈ റീസെന്റ് ആയിട്ട് പുതിയൊരു രോഹിത് ശർമ്മ സ്റ്റൈലാണ് ഓഫ് സ്റ്റമ്പ് കളയണത്. അത് നോർമൽ ബോളായി പോലും രോഹിത് ശർമ്മയുടെ ഡിഫൻസീവ് ടെക്നിക്കിൽ ഓഫ് സ്റ്റമ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് ഇത്രയും നാൾ മാറ്റിയില്ല അറിയില്ല. അതേപോലെ തന്നെ ആ ഒരു ഷോട്ട് 147 എന്നുള്ള ചെറിയൊരു റൺസ് ചേസ് ചെയ്യാൻ ആ ഒരു ക്യാപ്റ്റന്റെ ആ ഒരു ഷോട്ട് മനസ്സിലാവുന്നില്ല. കാരണം അതൊരു സ്പിന്നർക്കെതിരെയുള്ള വിക്കറ്റ് അല്ല, ആ ഒരു റാങ്ക് ടേണറിൽ ഒരു ഫാസ്റ്റ് ബോളർക്കെതിരെ ഔട്ട് ആവുക, അതേ ഒരേ വിക്കറ്റാന്ന് തോന്നുന്നു ആ ഇന്നിങ്സിൽ. ഒരു ഫാസ്റ്റ് ബോളർ നേടി ഒരേ ഒരു വിക്കറ്റാന്ന് തോന്നുന്നു ആ ഒരു ഇന്നിങ്സിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു എങ്ങനത്തെ ഒരു ബാറ്റിംഗ് അപ്രോച്ചാന്ന് അറിയില്ല. ഓക്കെ, രോഹിത് ശർമ്മ 2.0 2020 ടെസ്റ്റ് ODIയിലും ഓക്കെ, അതൊക്കെ സക്സസീവ് ആവും. കാരണം ഈ 20 ബോൾ 40 ആയാലും 20 ബോൾ 36 ആയാലും വളരെ എഫക്റ്റീവ് ആണ് ഈ 2020. ODIയിലായാൽ പോലും ഓക്കെ എന്ന് പറയാം, കാരണം അത്ര ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. ODIയിൽ എപ്പോഴും ഒരു ഫസ്റ്റ് ഒരു 10 ഓവേഴ്സിലായിരിക്കും ആ സീ മൂവ്മെന്റ് ഉണ്ടാവുക. അതിനുശേഷം ഒരു മിഡിൽ ഓവേഴ്സിൽ നല്ലൊരു കോഹ്ലിനെ പോലത്തെ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് കോഹ്ലിക്ക് ഫ്രീ ആയിട്ട് കളിക്കാം, ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കാം. അതാണ് 2023 വേൾഡ് കപ്പ് ഞങ്ങൾക്ക് കണ്ടത്. ഇപ്പോൾ 2023 വേൾഡ് കപ്പിൽ ആ തോക്കാനും ഇതേപോലത്തെ ഒരു സാഹചര്യം പറയാമല്ല, അതൊരു ബാഡ് ലക്ക് ആയിരുന്നു. കാരണം പിച്ച് പ്ലേ ചെയ്തതും എഫക്റ്റീവും എല്ലാം കൊണ്ടും ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല ഒരു ഫൈനലിൽ. എല്ലാം കൊണ്ടും അവർ പിച്ച് നല്ലോണം റീഡ് ചെയ്തു. ഇതെന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതിപ്പോ നെക്സ്റ്റ് ഷാജി സാറിന്റെ ഒപ്പീനിയന് വേണ്ടി ഞാൻ മൈക്ക് ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു. നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, മാച്ച് ഡേസ് ആൻഡ് കിഫ ഇവർ ഓർഗനൈസ് ചെയ്യുന്ന ഇത്തരം പരിപാടികൾക്ക് ഒരുപാട് പ്രോത്സാഹനം ഇനിയും കൊടുക്കണമെന്ന് ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകരോടും മറ്റ് സ്പോർട്സ് ഫാൻസിനോടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരം പരിപാടികളാണ് കൾച്ചറലി നമ്മളെ സ്പോർട്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. തുടങ്ങുമ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, സംസാരിക്കാനും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ പയ്യെ ഇത് കേട്ട് വരും. ഇത് എന്താ പറയുന്നത്, പണ്ട് ചെൽസിക്കാരൻ എന്ന ഒരു സാധനം തുടങ്ങുമ്പോൾ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരാൾ തുടങ്ങിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇന്ന് വലിയൊരു തരത്തിൽ നിൽക്കുകയാണ്. അതുപോലെ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ഇനീഷ്യേറ്റീവ്, നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്ത്യയുടെ പെർഫോമൻസ് ആണ്. ഞാൻ അനിയൻ പറയുന്ന ഒരുപാട് പോയിന്റ്സ് ഞാൻ കേട്ടു, ഒരുപാടെന്നല്ല എല്ലാ പോയിന്റ്സും കേട്ടു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, I am very clear in my mind that cricket is not a game controlled by coaches. It can never be controlled by a coach. It's totally controlled by the captain. Not like football. കാരണം the moment the toss goes, from that till the 5th day or whatever day, ഏത് ദിവസമാണോ കളി തീരുന്നത്, it is completely controlled by the captain ആണ്. Coach has got nothing to do. സജഷൻ കൊടുക്കാം, ഒപ്പീനിയൻ കൊടുക്കാം, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനാണ് കോച്ച്, ഇതാണ് ക്യാപ്റ്റൻ എങ്കിൽ ഞാനൊരു അഭിപ്രായം പറയും, ചാൾസിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കണം, ശരത്തിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കണം എന്ന്. പക്ഷെ അത് ക്യാപ്റ്റൻ ചെയ്യണമെന്നൊന്നുമില്ല. നോട്ട് നെസസറി ക്യാപ്റ്റൻ ഹാസ് ടു ഡു ദാറ്റ്. മനസ്സിലായോ? ക്യാപ്റ്റൻ അത് ചെയ്യണമെന്ന് ഇതൊന്നുമില്ല. യു കാൺ ഫോഴ്സ് ദാറ്റ് ഉണ്ട്. ഫുട്ബോളിൽ അങ്ങനെയല്ല. ദ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ദ ഇൻസ്ട്രക്ഷൻസ്, ദ മൂവ്മെന്റ്സ് എല്ലാം കോച്ചിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആവും. അത് ക്യാപ്റ്റൻ അവിടെ പവറില്ല, റിവേഴ്സാ.
അവിടെ നടക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഐ ഡോണ്ട് തിങ്ക് നമുക്ക് കോച്ച് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിനെ മാത്രം ഈ ഒരു പുവർ പെർഫോമൻസിന് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ദ എൻറ്റയർ ടീം ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അത് പ്ലെയേഴ്സും ഇൻവോൾവ് ആണ്, കോച്ചിങ് സ്റ്റാഫും ഇൻവോൾവ് ആണ്. അത് കോച്ചിങ് സ്റ്റാഫിനെ മാത്രം ബ്ലെയിം ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്. കാരണം ദ ഗെയിം ഈസ് കൺട്രോൾഡ് ബൈ ദ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ഹാസ് ഡിസിഷൻ മേക്കിംഗ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ടോസ് ജയിച്ചു, ആദ്യം ബാറ്റ് ചെയ്യുന്നു, 60 റണ്ണിൽ ഓൾ ഔട്ട് ആവുന്നു, ഹൂസ് ഡിസിഷൻ ഇസ് ദാറ്റ്? കോച്ച് ഹസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. കോച്ചിന് വേണ്ടിക്ക് പറയാം, ടോസ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബോൾ ചെയ്തോ അല്ലെങ്കിൽ ബാറ്റ് ചെയ്തോ. അൾട്ടിമേറ്റ്ലി അവിടെ പിച്ചിലേക്ക് പോകുമ്പോൾ ചിലപ്പം ക്യാപ്റ്റൻ അത് മാറ്റുകയാണെങ്കിലോ. പണ്ട് കാലങ്ങളിൽ ഞാൻ നമ്മളെ എന്താ പറയുന്നത്, ആർ ശ്രീധർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഹിന്ദുവിൽ എഴുതിയ കുറേ ലേഖനങ്ങളിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ ഓൾവേസ് ചേഞ്ചസ് ഹിസ് ടോസ് ഡിസിഷൻ അറ്റ് ദ ടൈം ഓഫ് ദ ടോസ്. പുള്ളി വലിയൊരു മീറ്റിംഗ് നടത്തും അസറുദ്ദീൻ, എന്നിട്ട് ഒരു ഡിസിഷനിലെത്തും. ടീം മാനേജ്മെന്റ് വിൻ ദ ടോസ്, ബാറ്റ് ഫസ്റ്റ്. പുള്ളി അവിടെ പോയിട്ട് ടോസ് കിട്ടിയ ഉടനെ പുള്ളി ബോൾ ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്, ബിക്കോസ് കോച്ചിങ് മാനേജ്മെന്റിന് എന്ത് ചെയ്യാനാണ്? ഫുട്ബോളിൽ അങ്ങനെയല്ല. ഇഫ് യു പ്ലേ ബാഡ് അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ എതിർ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ദ കോച്ച് ക്യാൻ ടേക്ക് ഹിം ഓഫ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, പ്ലെയറിനൊന്നും ഇതാക്കാൻ പറ്റില്ല. സോ ഞാൻ ആ അഭിപ്രായത്തിൽ ഞാൻ കുറച്ചൊരു തിരുത്തം വരുത്തി പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ ഫെയിലിയർ വന്നിട്ട് ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോച്ചിങ് സ്റ്റാഫ്, ഇറ്റ് ഈസ് എ എൻറ്റയർ ടീം. ഈ സീരീസിൽ വളരെ മോശമായി ഇന്ത്യ പെർഫോം ചെയ്ത് 3-0 തോൽക്കാൻ കാരണം കോച്ചിങ് സ്റ്റാഫും പ്ലെയേഴ്സുമാണ്, എസ്പെഷ്യലി സീനിയർ പ്ലെയേഴ്സ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മേനെ പോലത്തെ പ്ലെയേഴ്സ് 6 ഇന്നിങ്സിൽ 16 റണ്ണ് ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടലി അൺഅക്സെപ്റ്റബിൾ ആണ്. ദർ നോർമൽ ആവറേജ് ഓൺ എ ഡീസെന്റ് ടൂർ, ഞാൻ ടോപ്പ് പെർഫോമൻസിലാണ്, ദർ നോർമൽ ആവറേജ് ഈസ് 36 ആണ്. ആ 36 നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ആ മൂന്നാമത്തെ ടെസ്റ്റ് ജയിക്കും. 2 പേരുടെ റണ്ണ് കൂട്ടിയ 72 മൂന്നാമത്തെ ടെസ്റ്റ് ജയിച്ച്. അപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത, കോഹ്ലി ഫാൻസ് പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പെർഫോമൻസ് ആണ് 6 ഇന്നിങ്സിൽ. എനിക്ക് തോന്നുന്നു കോഹ്ലി 16 പോയിന്റ് സംതിങ്ങും മറ്റേ രോഹിത് ശർമ്മ 15 പോയിന്റ് സംതിങ്. ദാറ്റ് ഈസ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പം ടോട്ടൽ ഫെയിലിയർ ഓഫ് ദ ടീം. അതിൽ കോച്ചിങ് സ്റ്റാഫും ഉണ്ട്, ഈ പറയുന്ന പ്ലെയേഴ്സും ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, കുറേയൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാ. ഇറ്റ് വാസ് വെരി ഈസി. ഇപ്പൊ സിനാറിയോ മാറി. 4 കളി അവിടെ പോയി ജയിക്കണം, ജയിക്കില്ല. നമുക്ക് തന്നെ അറിയാം അവിടെ പോയിട്ട് 5 കളിയിൽ 4 എണ്ണം ജയിക്കാൻ പറ്റില്ല എന്ന്. പ്രോബ്ലി വി ക്യാൻ വിൻ 2-1, 3-1, പക്ഷെ 4ഉം അവിടെ പോയി അടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈക്വലി കോമ്പറ്റേറ്റീവ് ടീംസാണ്. പെർസെൻറ്റേജ് ഓഫ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ബാറ്റിംഗ്, ഫീൽഡിംഗ്, ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ദ മാർജിൻ ഓഫ് ഡിഫറൻസ് ഈസ് ഓൺലി 4%. 4% ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെയുള്ള സീരീസ് ഹിസ്റ്റോറിക്കലി കഴിഞ്ഞ 56 വർഷത്തിൽ വൈറ്റ് വാഷ് ആയിട്ടില്ല. ഈക്വലി പോയിട്ടുണ്ട്. 3-2, 2-2, 2-1 ഇങ്ങനെ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ സാധ്യത അവിടെ പോയി. ഈ സീരീസിനെ സംബന്ധിച്ചോളം വി ഡിൻ ഷോ ദാറ്റ് ആ ഒരു ക്വാളിറ്റി നമ്മൾ കൺസിസ്റ്റന്റ് ആയി കാണിച്ചുകൊണ്ടിരുന്ന ആ ക്വാളിറ്റി ഓവർ 12-13 ഇയേഴ്സ് അത് അവിടെ കൊണ്ടുപോയി കാണിച്ചില്ല. അതിന് ഈ പറയുന്ന ക്യാപ്റ്റൻസും റെസ്പോൺസിബിൾ ആണ്, ടീമും റെസ്പോൺസിബിൾ ആണ്, ഈ പറയുന്ന എന്താ പറയുന്ന വാട്ട് യു കോൾ ദിസ് ഈ കോച്ചിങ് സ്റ്റാഫും റെസ്പോൺസിബിൾ ആണ്. എനിക്ക് തോന്നുന്നില്ല അതിൽ ഗംഭീറിനെ മാത്രം നമ്മൾ ഇപ്പം പലരും ഇപ്പം ഇതേ അഭിപ്രായം തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേൾക്കുന്നത്. ഗംഭീർ ആ ഡിസിഷൻ എടുത്തില്ല. ഗംഭീർ ഡസൻറ്റ് ഹാവ് എനി കൺട്രോൾ ഓവർ ദാറ്റ്. അത് രവിശാസ്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വെൻ വിരാട് കോഹ്ലി ഈസ് ദ ക്യാപ്റ്റൻ, ഹീ ഡിസൈഡ്സ്. ഇതിൽ എന്താണെന്നറിയോ, നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ പറയുമ്പോൾ ലോബി എന്ന് പറയും. എനിക്കിഷ്ടമുള്ള കളിക്കാരനെ ഞാൻ കളിപ്പിക്കും. ഞാനൊരു ഫുട്ബോൾ കോച്ചാ, എനിക്ക് ചാൾസിന് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കംഫോർട്ട് സോൺ ആണെങ്കിൽ, ഇഷ്ടം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ പ്രോസസ്സിൽ ചാൾസിന് എനിക്ക് ഇഷ്ടമാണെങ്കിൽ, ഉദാഹരണം പറയാണ്, ഞാൻ ചാൾസിനെ കളിപ്പിക്കും. അത് തന്നെയാണ് നമ്മളെ ഇന്ത്യൻ ടീമിലുള്ളത്. അതിൽ തെറ്റൊന്നുമില്ല. അതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ലോബി ആയിട്ടോ കരുതണ്ട. ഒരു ക്യാപ്റ്റന്റെ കംഫോർട്ട്, ഒരു കോച്ചിന്റെ കംഫോർട്ട്, അത്രയും നോക്കിയാൽ മതി. അപ്പം എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, രോഹിത് ശർമ്മ ഹാസ് സെലക്ടഡ് എ ടീം. ഇപ്പൊ കുൽദീപിനെ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഹി ഹാസ് ബിൻ ഫേവറിങ് ഇറ്റ്, ഫേവർ ചെയ്യുന്നിട്ടുണ്ട്. കാരണം ഞാൻ പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് സഞ്ജു സാംസൺ വാസ് നോട്ട് ഗിവൺ ദി കറക്റ്റ് റോൾ അറ്റ് മെനി ടൈംസ് ബിക്കോസ് രോഹിത് ശർമ്മ വാണ്ടഡ് സംബഡി എൽസ്.
അത് രോഹിത് ശർമ്മനെ കുറ്റം പറയാനല്ല, രോഹിത് ശർമ്മയുടെ ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിലേക്ക് രോഹിത് ശർമ്മ വരുന്നു, ആ സക്സസ് വരുന്നു. അതുകൊണ്ട് അയാൾ ആ പ്ലെയറിനെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. യു ലുക്ക് അറ്റ് ദി പെർഫോമൻസ് ഓഫ് ഋഷഭ് പന്ത്. ഇപ്പൊ ഞാൻ ഒരു തുറന്ന് ക്രിക്കറ്റ് ഫാൻസ് ആയപ്പോ ഇവിടെ ഇപ്പം 3 പേര് 4 പേര് ഇരിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുമ്പം അടുത്ത ബോളിൽ അവൻ ഔട്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പിച്ച 100% അപ്പുറത്ത് മാറ്റി വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല. പണ്ട് അങ്ങനത്തെ ഒരു ബാറ്റ്സ്മാനാ. അടിച്ചാ അടിക്കും, അല്ലേ പോവും. എന്നിട്ടും അവൻ ടെസ്റ്റ് കളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവൻ്റെ ആ പറയുന്ന സുഹൃത്ത് പറഞ്ഞ പോലത്തെ കറേജിയസ് ആയിട്ടുള്ള ഇന്നിങ്സ്, അവൻ്റെ ഒരു ഗട്ട്സ്, അവൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അതിലാണ്. അപ്പൊ അത് ക്യാപ്റ്റനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ക്യാപ്റ്റൻ എന്നിട്ടും അവനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ക്യാപ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. ചില ക്യാപ്റ്റൻസ് വിചാരിക്കും 40 റൺ എടുത്താൽ മതി, ഇത്രയും ഓവർ ഉണ്ട്, പതുക്കെ തട്ടി കളിച്ച് സിംഗിൾ എടുത്ത് പോകാൻ. പക്ഷെ പണ്ട് അത് കളിക്കില്ല. പണ്ട് 40 റൺ 2 എണ്ണം അടിക്കും, ചിലപ്പോൾ 3-ാമത്തേൽ ഔട്ടായി പോകും. അതാണ് പണ്ട്. അത് ആ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ സെലക്ട് ചെയ്തതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപ്റ്റൻ ഹാസ് ഗോട്ട് എൻ ഇൻസ്റ്റിങ്ക്റ്റ്. ആ ഇൻസ്റ്റിങ്ക്റ്റിലൂടെ വരുന്നതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും IQ ലെവൽ ഒന്ന് എടുത്തു നോക്കണം. വിരാട് കോഹ്ലി എന്ന പ്ലെയറിന്റെ ഏറ്റവും ബെസ്റ്റ് കാലിബർ എന്ന് പറയുന്നത് അയാളുടെ ഫിറ്റ്നസ്, അഗ്രഷൻ, ഇതൊക്കെ എക്സ്ട്രോർഡിനറി ആണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഷാർപ്പായിട്ട് തോന്നിയ ഒരു കാര്യം അയാളുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതിൽ റൺഔട്ടൊക്കെ ആവുന്നുണ്ട്. കോഹ്ലി സിംഗിൾസും ടൂസും അങ്ങനെ ഓടില്ല, മണ്ടൻ ഓടുന്ന പോലെ. മണ്ടത്തരത്തിലാണ് ഓടിയത്. കോഹ്ലിക്കറിയാം ഏതിന് 1 കിട്ടും, ഏതിന് 2 കിട്ടും. അവിടെ തന്നെ ഡിസിഷൻ പോയി. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പ്രോബ്ലി ഫാഗ് എൻഡ് ഓഫ് ദ കരിയറാ. 15 വർഷമായി. എനിക്ക് തോന്നുന്നു 2007 2008 വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി. പ്രോബബ്ലി ഈ പോകുന്ന ഓസ്ട്രേലിയ ലാസ്റ്റ് ഫോറിൻ സോയിൽ ടൂർ ആയിരിക്കും. ഐ ഡോണ്ട് തിങ്ക് അവർ എത്ര നല്ല കളിച്ചാലും എനിക്ക് തോന്നുന്നില്ല സെലക്ഷൻ കമ്മിറ്റി വിൽ കീപ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ഫോർ ദ വാട്ട് യു കോൾ ഇറ്റ് ആസ് നമ്മളുടെ ഇംഗ്ലണ്ടിലേക്ക് അടുത്ത വർഷം പോകുന്ന 5 ടെസ്റ്റ് സീരീസിലേക്ക് രണ്ടുപേരെയും കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിച്ച് ഇസ് ദ റൈറ്റ് ഡിസിഷൻ. ഞാനാണെങ്കിൽ അതേ എടുക്കുള്ളൂ. കാരണം ഇറ്റ്സ് ടൈം ടു മേക്ക് വേ. അവരുടെ സ്ഥാനം വേറെ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ട സമയമായി. ബിക്കോസ് 15 ഇയേഴ്സ് ഈസ് എ ഹ്യൂജ് പീരിയഡ് ആണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം 15 വർഷമൊക്കെ, അത് 3 ഫോർമാറ്റ് ഒക്കെ കളിക്കാന്ന് പറഞ്ഞാൽ റിമാർക്കബിൾ കരിയറാണ്. സോ ദേ ആർ ഓൾസോ ഓൺ ആ ഒരു ഡിക്ലൈൻ പോയിന്റിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ യോജിക്കുന്ന ഒരു പോയിന്റ്, സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്തത്, അജിത് അഗർക്കർ എന്ന് പറയുന്ന ഒരു നാഷണൽ സെലക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യക്ക് ഇന്ന് 4 നാഷണൽ ടീമിനെ ഇറക്കാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി അത് തന്നെയാണ് കളിക്കുന്നത്. ഈ പറയുന്ന ടെസ്റ്റ് ടീമിൽ കളിക്കാൻ പറ്റുന്ന സായ് സുദർശനും ഈശ്വരനും ആണ് ഇന്ത്യ എയിൽ ഇപ്പൊ ഓസ്ട്രേലിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി ഇന്ത്യ T20 ടീം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പ് നേടിയ T20 ടീമിൽ നിന്ന് കംപ്ലീറ്റ് ചേഞ്ചുള്ള ടീമായി ഇന്നിപ്പോ സൗത്ത് ആഫ്രിക്കയിൽ പോയി കളിക്കാൻ പോകുന്നത്. അപ്പം അജിത് അഗർക്കറിന് വളരെ വ്യക്തമായിട്ട് അറിയാം 4 ടീമിനെ ഇറക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. താങ്ക്സ് ടു IPL, താങ്ക്സ് ടു ഗുഡ് സ്ട്രോങ് സോളിഡാരിറ്റി ഉള്ള ഒരു ഡൊമസ്റ്റിക് സ്ട്രക്ചറിന്. പക്ഷെ എനിക്ക് ഈ സെലക്ഷൻ പോയിന്റിൽ ഞാൻ യോജിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ ഇത് ചർച്ചയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, KL രാഹുൽ എന്ന് പറയുന്ന പ്ലെയർ ഒരു ഗുഡ് ക്രിക്കറ്ററാണ്. ബട്ട് ഇന്ത്യക്ക് ഒരു ഗുഡ് ക്രിക്കറ്റർ അല്ല വേണ്ട, ഒരു എക്സ്ട്രോർഡിനറി ക്രിക്കറ്ററാണ്. എനിക്ക് എക്സ്ട്രോർഡിനറി ആയിട്ട് രാഹുലിനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു നോർമൽ ക്രിക്കറ്ററാ. KL രാഹുലിനെ പോലെ ഇന്നൊരു 5 പേരെ നിരത്താൻ പറ്റും നമുക്ക്. ബട്ട് ഇന്ത്യ ഡസൻ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോങ് ടൈം ബാക്ക് ഈ മറഡോണ വേൾഡ് കപ്പ് ജയിക്കുന്ന സമയത്തിൽ ഗബ്രിയൽ നമ്മളെ എന്താ പറയുന്നത്, ബുർച്ചാഗ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്ലേയേഴ്സ് ബിലോ മറഡോണ യു വിൽ ഫൈൻഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ഇൻ അർജന്റീന ഓർ ഇൻ ബ്യൂണസ് ആയർസ്. പക്ഷെ അത് കിട്ടിയിട്ട് കാര്യമില്ല, മറഡോണനെ പോലത്തെ കിട്ടണം. അതുപോലെയാണ് ഇന്ത്യ. അർജന്റീന വേൾഡ് കപ്പിൽ എങ്ങനെയാണോ, ബ്രസീൽ വേൾഡ് കപ്പിൽ എങ്ങനെയാണോ, അതാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് വരുന്ന പ്ലെയർ ഒരു KL രാഹുൽ അല്ല വേണ്ടത്. വി നീഡ് എ രോഹിത് ശർമ്മ, വി നീഡ് എ എന്താ പറയുന്ന വിരാട് കോഹ്ലി, അങ്ങനെ ഒരു എക്സ്ട്രാ സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെയാണ് വേണ്ടത്. KL രാഹുലിന് ഒരുപാട് ചാൻസ് കൊടുത്ത്. ഇതില് അവൻ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, അണ്ടർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, അണ്ടർ ടഫ് സിറ്റുവേഷൻസ്
എനിക്ക് എപ്പോഴും KL രാഹുൽ വാണ്ടഡാ, സക്സസ്ഫുൾ അല്ല, സ്ട്രഗിളാ, മിസ്സാവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പ്രോബ്ലി അവിടെയൊക്കെയാണ് മറ്റു ആളുകൾക്കൊന്നും ചാൻസ് കിട്ടാതെ. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ഐ വാസ് വാച്ചിങ് ദ ഇന്നിങ്സ് ഓഫ് സായ് സുദർശൻ. നല്ല പ്ലെയറാ, പക്ഷേ എക്സ്ട്രാordinary പ്ലെയർ ഒന്നല്ല. ബട്ട് രാഹുലിനെക്കാളും കുറച്ചും കൂടി ബെറ്ററാ, പക്ഷെ എന്നാലും ഐ വോണ്ട് കോൾ എക്സ്ട്രാordinary. സോ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് നമ്മളെ ടീം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർ ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. സോ ആ നിലവാരമുള്ള പ്ലെയേഴ്സിനെ എടുക്കുക. ആ നിലവാരമുള്ള പ്ലെയേഴ്സിനെ എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും പലരും നമ്മൾ ആസ്ട്രേലിയയിൽ പോയിട്ട് ജയിക്കും, അല്ലെങ്കിൽ അവിടെ ജയിക്കും, ഇവിടെ ജയിക്കും എന്ന് പറയുന്നത്. എന്താണ് ഒരു ഡിഫറൻസ് ഇന്ത്യയിലുള്ളത്? ജസ്പ്രീത് ബുംറ, ബാക്കി ഒരു ബോളറും നമുക്ക് ഈ ഒരു വാദത്തിനോ അല്ലെ വാദപ്രതിവാദത്തിനോ വേണ്ടി പറയുന്നതല്ല, ബാക്കി ഒരു ബോളറും ബുംറയുടെ അടുത്തെത്തില്ല. ബുംറയെ പോലത്തെ ഒരു ബോളറെ നമ്മൾ ഇനി കണ്ടെത്തിയിട്ടുമില്ല. ആക്ച്വൽ ഫാക്ട് അതാണ്. എവിടെയാ കണ്ടെത്തിയിരിക്കുന്നത്? നാളെ ബുംറ പരിക്കായി പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് നന്നായിരിക്കും, പക്ഷെ ബുംറയുടെ ഇമ്പാക്ട് കിട്ടത്തില്ല. അപ്പൊ അതെന്തുകൊണ്ടാ? ബുംറ ഒരു എക്സ്ട്രാordinary പ്ലെയറാ. അർജന്റീനയിൽ മെസ്സി കളിക്കുന്ന പോലെയാണ് ബുംറ ഇന്ത്യൻ ടീമിൽ. ഒരു എക്സ്ട്രാordinary പ്ലെയറാ. അത് വൺ ഡേ ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ടെസ്റ്റ് ക്രിക്കറ്റ് ആയിക്കോട്ടെ. സോ നമ്മൾ കണ്ടെത്തുന്ന കളിക്കാരും ആ ടൈപ്പുള്ള ഒരു കളിക്കാരായിരിക്കണം. ഒരു നോർമൽ ക്രിക്കറ്ററെ കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒട്ടും അതിൽ ഞാൻ ഹാപ്പി അല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് ക്രിക്കറ്റേഴ്സ് who have to play in that. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ, ഐ തിങ്ക് they gave him a chance because അവന്റെ ബോളിംഗിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ്. കുൽദീപ്, ഐ തിങ്ക് പുള്ളി പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. കുൽദീപ് ഷുഡ് ഹാവ് ബിൻ യൂസ്ഡ്. ബട്ട് ഐ തിങ്ക് കുൽദീപിനെ അവർ മാറ്റാൻ കാരണം കുൽദീപ് വാസ് ലുക്കിംഗ് വെരി ടയേർഡ്. കാരണം ഇന്ത്യൻ പിച്ചസിൽ ഇറ്റ് ഈസ് ദ സ്പിന്നേഴ്സ് ഹു ബോൾ ദ മോസ്റ്റ് നമ്പർ ഓഫ് ഓവേഴ്സ് ആൻഡ് കുൽദീപ് വാസ് ലുക്കിംഗ് തേർഡ് സ്പെല്ല്, ഫോർത്ത് സ്പെല്ല് ഞാൻ നോക്കിയപ്പോൾ ഹി വാസ് ഗെറ്റിംഗ് ടയേർഡ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം ആസ്ട്രേലിയയിൽ പോകുമ്പം സ്പിന്നേഴ്സ് കുറച്ചിട്ടും ഫാസ്റ്റ് ബോളേഴ്സ് ആയിരിക്കും ഏറ്റവും അധികം ബോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റും 5 ടെസ്റ്റിലും ചിലപ്പോൾ ബുംറ ഒരു 1-2 ടെസ്റ്റ് ചിലപ്പോൾ മിസ്സാവും പരിക്ക് കാരണം. കാരണം എന്താ അറിയോ? സ്പെല്ല് കൂടുതലായിരിക്കും. സ്പിന്നേഴ്സ് അല്ല, ഫാസ്റ്റ് ബോളേഴ്സിനാണ് സ്പെല്ല് കൂടുതൽ. അപ്പൊ കുൽദീപിനെ എനിക്ക് മാറ്റാൻ കാരണം എനിക്ക് തോന്നിയത് അവന്റെ ആ 3rd and 4th സ്പെല്ല് അവൻ ഇത്തിരി ടയേർഡായിരുന്നു. ബോള് ഭയങ്കര സ്ലോ ആ ട്രാജക്ടറി ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. സോ പ്രോബ്ലി അതൊരു റീസൺ ആയിരിക്കും. വി ഡോണ്ട് നോ ദാറ്റ്. മാനേജ്മെന്റ് ഈസ് ടേക്കിംഗ് സർട്ടൻ ഡിസിഷൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും ഇത് എടുക്കുന്നത്. ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ്സ് എ പൂർ സീരീസ്. ഇറ്റ്സ് എ സീരീസ് വേർ വി gave away the World Test Championship outright. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാദത്തിന് വേണ്ടിക്കല്ലേ പറയാം നമ്മൾ ആസ്ട്രേലിയനെ 4-നും 5-നും ഒക്കെ തോൽപ്പിക്കുന്നു. അത് അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്നറിയോ? ഈ ആസ്ട്രേലിയൻ സീരീസിൽ പോകുമ്പം നമ്മളെ പോലെ അല്ല കേട്ടോ. അത് അനിയൻ പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കരമാണ്. ഫസ്റ്റ് ടെസ്റ്റ് തോറ്റിട്ടു എന്തിനാണ് റാങ്ക് ടേണർ സെക്കൻഡ് പിച്ചിൽ കൊടുത്തത്? Look at the Aussies, very smart guys ആണ്. 5 ടെസ്റ്റില് ആദ്യത്തെ 2 പിച്ച് ഡ്രോപ്പ് ഇൻ പിച്ചാ, 3-മത്തെയും 4-മത്തെയും നാച്ചുറൽ പിച്ചാ. അവിടെയാ പണി. എന്താണെന്നറിയോ? ദ ബൗൺസിന്റെ വേരിയേഷൻ വേറെയാ. ഫസ്റ്റ് കളിക്കാൻ പോകുന്നത് ഹാർഡസ്റ്റ് പിച്ചാ, വാക്ക പെർത്ത്, ഡ്രോപ്പിനാ. സോ വി ആർ ഗോയിങ് ടു ഗോ ദർ എക്സ്പെക്ടിങ് എ നാച്ചുറൽ ബൗൺസ്. എല്ലാം ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചാണ് വരുന്നത്. അവിടെയാണ് അവന്മാർ എന്ത് ചെയ്തത്? നാച്ചുറൽ പിച്ചിനെ മാറ്റിയിട്ട് ഡ്രോപ്പിനിട്ട്. മിക്കവാറും നമ്മൾ പോകുമ്പോൾ ഇവിടെ പോകുന്ന ബോളൊക്കെ ഇവിടം വരെ ആയിരിക്കും, കഴുത്ത് വരെ ആയിരിക്കും. അത് നമ്മൾ യൂസ് ടു ആയി വന്ന് 2 ടെസ്റ്റ് കളിക്കുമ്പം 3-മത്തെയും 4-മത്തെയും ടെസ്റ്റിൽ നല്ല ഗ്രാസി ആയിട്ടുള്ള നാച്ചുറൽ പിച്ചിനെ കൊണ്ട് ഇട്ട് തരും. എന്നിട്ട് ചെയ്തിരിക്കുന്നത് എന്താ? 5-മത്തെ മാച്ച്, ലാസ്റ്റ് മാച്ചും ഡ്രോപ്പിനാക്കി. അവൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തത്. നിങ്ങൾ ഇത്തവണ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞങ്ങളെ തോൽപ്പിച്ച പോലെ സീരിയസ് എടുത്തോണ്ട് പോകരുത് എന്നുള്ളത്. അത് അനിയൻ പറഞ്ഞ പോയിന്റ് വാലിഡാ. പിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കണം. കാരണം നമ്മുടെ ഹോം ഗ്രൗണ്ടാണ്, നമ്മുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് കളിക്കുന്ന പോലെ വെക്കണം. കാരണം ദേ ആർ ഗിവിംഗ് us എ ഡ്രോപ്പ് ഇൻ പിച്ച് ഐഡിയലി ബിക്കോസ് the percentage of movement on the drop in pitch is you can drive the ball on the front, whereas in a natural pitch it's very difficult in Australia because the ball is coming at a steep height. So we are going to play in the front, then suddenly 3rd and 4th it will change.
അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവമാണ്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദിസ് ഇസ് ഈ സീരീസിന്റെ ഒരു ഫ്രെയിം വർക്ക് തന്നെ ഇട്ട് വയ്ക്കുമ്പോൾ ദ തേർഡ് ടെസ്റ്റ് കംസ് വിത്ത് എ ബോക്സിംഗ് ഡേ ടെസ്റ്റ് ദാറ്റ് ഈസ് ഓൺ December 26th. Exactly 3 days after the third test comes the fourth test. So it's a trap. So they are literally telling you, you come to my ground, you play forward and drive, and let's see who win the first 2 tests. In the third and fourth, the ball will climb. You come forward, edge. You come forward, edge. So ആസ്ട്രേലിയയും പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ആ സീരീസിൽ വരുന്നത്. നമ്മളത് ചെയ്തില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. ന്യൂസിലാൻഡ് സീരീസിലേക്ക് നമ്മളത് ചെയ്തില്ല എന്നുള്ളത്. ന്യൂസിലാൻഡ് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് ദേ വെന്റ് ടു ശ്രീലങ്ക ആൻഡ് പ്ലേഡ് ദർ. പ്രോബബ്ലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു പിച്ച് ആയതുകൊണ്ട് കുറച്ചും കൂടി യൂസ് ടു ആയി എന്ന് വേണം പറയാനായിട്ട്. പക്ഷേങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ന്യൂസിലാൻഡിനെ. ഒരുപാട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ്. നമ്മൾ വിചാരിച്ച് ഇവർ ഒന്നും ചെയ്യില്ല, ഇവരങ്ങ് ഈസി ആയിട്ട് അങ്ങ് തൂത്തുവാരാന്ന് വിചാരിച്ചാണ്. അങ്ങനെ പോയതാണ് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കയ്യുന്നു. ഇപ്പൊ തലകുത്തി നിന്നിട്ടും കാര്യമില്ല. പിന്നെ ഗംഭീർ നല്ല കോച്ചാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഗംഭീർ വിൽ ബി ടെസ്റ്റഡ് ഇൻ 2 series, ഓസ്ട്രേലിയ ആൻഡ് നെക്സ്റ്റ് May ഇൻ ഇംഗ്ലണ്ട് 5 test. ഇതിലൊന്നും ടെസ്റ്റ് ചെയ്യില്ല. ഗംഭീർ വിൽ ബി ടെസ്റ്റഡ് ഇൻ ദീസ് 2 series. ഈ 2 സീരീസിലും ഗംഭീർ കോച്ചിങ് ആസ്പെക്റ്റിൽ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരികയാണെങ്കിൽ he will be retained. Otherwise, I think he will be sacked. ഒരു പരിധി ആകുമ്പോൾ അയാളെ പറഞ്ഞു വിടും ഇതിൻ്റെ ഇതിൽ. എനിക്ക് തോന്നുന്നില്ല. ഇവൻ ദോ ലോങ് കോൺട്രാക്ട് വേൾഡ് കപ്പ് T20 വരെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ റീറ്റെയിൻ ഓൺ ദാറ്റ് പോയിന്റ്. ബട്ട് ഇറ്റ്സ് ടു ഏർലി. എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറച്ചും കൂടി സമയം കൊടുക്കും. കുറച്ചും കൂടി സമയം കൊടുത്ത് ഞാൻ അടുത്ത May ഇംഗ്ലണ്ട് സീരീസ് വരെ വെയിറ്റ് ചെയ്യും. ഇഫ് ഹി ഈസ് നോട്ട് പെർഫോമിംഗ് ഇൻ ബോത്ത് ദീസ് സീരീസ് then I think it will be difficult. എനിക്ക് സത്യത്തിൽ ഈ ഓസ്ട്രേലിയ സീരീസിനേക്കാളും ഇംഗ്ലണ്ട് സീരീസ് എത്ര പേടി. കാരണം യു ആർ ഗോയിങ് ഇൻ ഇംഗ്ലണ്ട് ഇൻ May when the seam condition is brilliant. ഭയങ്കര സ്വിംഗ് ആയിരിക്കും, തണുപ്പ് സമയമാണ്. That will be a huge challenge. People like Yashasvi Jaiswal have to adjust the technique. Brilliant batsman. But technique ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. But this series will build them. ഇതിൻ്റെ ഇതിൽ hopefully we will go there and perform. I am predicting ഇപ്പോൾ ഓസ്ട്രേലിയ സീരീസ് ആയതുകൊണ്ട് I think it will be a close series. വിരാട് കോഹ്ലി and രോഹിത് ശർമ്മ will perform. കാരണം എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആണ്, സീസൺഡ് ക്യാമ്പയിനേഴ്സ് ആണ്, ഇത്തരം സീരീസിലൊക്കെ പെർഫോം ചെയ്യും. ബട്ട് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് one more series at home, then the Champions Trophy, you should say goodbye to both. രണ്ടുപേർക്കും ഗുഡ് ബൈ പറയണം. യു ഷുഡ് നോട്ട് പ്ലേ ദാറ്റ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡൺ ദാറ്റ് പാർട്ട്. അവരുടെ പാർട്ട് അവർ ചെയ്തു. ഇനി അവരെ നമ്മൾ ടെസ്റ്റിൽ കളിപ്പിക്കുന്നതിൽ പ്രോബ്ലി രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ക്യാൻ പ്ലേ ഇൻ ദ വൺ ഡേ ഓർ T20, ബട്ട് നോട്ട് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ്. കാരണം ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വെയിറ്റിംഗ് ആണ്, ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. സോ വി നീഡ് ടു ബിൽഡ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലേക്ക് ഒരു ബിൽഡിംഗ് ഇതായിട്ട് വരണം ഇതിൻ്റെ ഇതിൽ. സോ മൈ പോയിന്റ് ഈസ് കോച്ച് അലോൺ കനോട്ട് ബി ബ്ലെയിം, എൻറ്റയർ ടീം ഹാസ് ടു ടേക്ക് ദ ബ്ലെയിം. ദേ ഓൾ പെർഫോം ബാഡ്ലി. സോ ഒരു കോച്ചിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഐ എം ജസ്റ്റ് ഹാൻഡിങ് ഓവർ ടു ദി നെക്സ്റ്റ് സ്പീക്കർ. ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു അവസരം നന്നാക്കി വെക്കും മാച്ച് ഡേയ്സിനും ആദ്യം താങ്ക്സ് പറയുന്നു. നമ്മൾ ന്യൂസിലാൻഡായിട്ടുള്ള ടെസ്റ്റ് സീരീസ് തോറ്റതിനെ പറ്റിയും ഇനി വരുന്ന ഓസ്ട്രേലിയൻ സീരീസിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ടെസ്റ്റ് തോറ്റത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പ്രണവ് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യം ജസ്റ്റ് പറയണതാണ്, ഷാജി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം IPL-ഉം ബാക്കിയുള്ള ഈ 2020 സീരീസുകളും ഇന്ത്യൻ ടീമിലേക്കുള്ള പ്ലെയേഴ്സിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം പണ്ടൊക്കെ രഞ്ജി ട്രോഫിയും പിന്നെ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ കളിച്ചിട്ട് ആണ് പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരുന്നത്. അതേസമയം ഇപ്പം ഈ IPL-ഉം ഈ 2020 കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത്തരം പ്ലെയേഴ്സ് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അവർ ഇന്ത്യൻ ടീമിൽ ഈ ടെസ്റ്റിലും വണ്ടിയിലേക്കും വരുമ്പോൾ അവർക്ക് ഒട്ടും തന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഈ പറയണ പോലെ ഇപ്പം ലാസ്റ്റ് സൂര്യകുമാർ യാദവ് നമ്മൾ വേൾഡ് കപ്പ് കളിക്കണ സമയത്ത്
ലാസ്റ്റ് അത്ര റൺസ് 290 സംതിങ് റൺസ് ഉള്ള സമയത്ത് പോലും, അല്ല 260 റൺസ് ഉള്ള സമയത്ത് പോലും ലാസ്റ്റ് 45 സംതിങ് ആ സമയത്താണ് സൂര്യൻ അറിയാതെ വന്നത്. ഒരു T20 കളിച്ചാൽ മതിയായിരുന്നു പുള്ളി. ഒരു T20 കളിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ആ വേൾഡ് കപ്പ് നമുക്ക് ജയിക്കാൻ പറ്റും. കാരണം ആദ്യം തന്നെ രോഹിത് ശർമ്മേനെ സംബന്ധിച്ചിടത്തോളം രോഹിത് ശർമ്മ അത്രയും കളികൾ അങ്ങനെ തന്നെ കളിച്ചു വന്ന് ലാസ്റ്റ് കളിയിലും പുള്ളി അത് തന്നെ 13 റൺസ് വന്ന ഓവറാണ് മാക്സ്വെല്ലിൽ, എന്നിട്ടും ഒരു ബോൾ ഷോട്ട്. പിന്നെ ഈ പറയുന്ന പോലെ പാറ്റ് കുമിൻസിന് ജോലി എളുപ്പമാക്കി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ പോയി രോഹിത് ശർമ്മേനെ ഔട്ടാക്കി കഴിഞ്ഞപ്പോ. കാരണം പിന്നെ പുള്ളി നേരെ എല്ലാവരും പുറത്തെടുത്തിട്ട് ബൗൺസർ ഇറങ്ങി വിരാട് കോഹ്ലിനെ തൂക്കി. KL രാഹുലിന് ജീവിതത്തിൽ മറ്റേ വാച്ച് വല്ലതും കിട്ടിയാൽ തിരിച്ചു പോയി ഇന്നിങ്സ് കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്നിങ്സ് ആക്കി കളഞ്ഞു. അശ്വിൻ ഒരു ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് രാഹുലിന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങൾക്ക് ടൈം ട്രാവൽ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞത് പുള്ളി ഈ വേൾഡ് കപ്പിൽ പോയിട്ട് ആ ഒരു കളിയാണ് പറഞ്ഞത്. ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന സെലക്ഷനിൽ ഇപ്പൊ സായി സുദർശന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നണത് പുള്ളിക്ക് ഒട്ടും അവസരം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പുള്ളിക്ക് മാത്രമല്ല, ഇപ്പൊ ഈ പറയണ പോലെ അജയ് കരഹാനെ, പിന്നെ പുജാര, ഇവരൊക്കെ മാറ്റുമ്പോ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഓസ്ട്രേലിയൻ സീരീസ് കഴിഞ്ഞ് കഴിയുമ്പോ ഇന്ത്യൻ ടീമിൽ നിന്ന് സീനിയേഴ്സ് ആയിട്ടുള്ള 4 പേരെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജഡേജ, അശ്വിൻ, ഇതായിരിക്കാം മേ ബി 4 പേരെന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമല്ലോ. ഇതിൽ വിരാട് കോഹ്ലിയും പണ്ട് ശരിഭം പറഞ്ഞ പോലെ പണ്ട് സച്ചിനും ബാക്കിയുള്ളവരും പോയി കഴിഞ്ഞാൽ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഉത്തരം ഉണ്ട് കാണിക്കാൻ, വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ എന്ന് കാണിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്കയൊക്കെ മറ്റേ ഈ ക്വാളിഫയർ കളിച്ച പോലെ നമ്മൾ കളിക്കേണ്ട ഒരു അവസ്ഥയാണ്. 4 ടീം ഇറക്കാനുള്ള ടീം ഉണ്ടെങ്കിലും നമ്മളിപ്പോ ടെസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ, ടെസ്റ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിൽ ന്യൂ ബോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TV ഓഫ് ചെയ്യാം. അവിടെ ആരും കളിക്കുന്നില്ല. ഇപ്പൊ KL രാഹുൽ ആയാലും ബാക്കിയുള്ള പ്ലേയേഴ്സ് ആയാലും ന്യൂ ബോൾ വന്നു കഴിയുമ്പോൾ ഒട്ടും തന്നെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ സെക്കൻഡ് ടെസ്റ്റില് ലാസ്റ്റ് ഡേയില് ലാസ്റ്റ് ബോളിലാണ് ആ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോണത്. ഭയങ്കര നിന്നിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ചോദ്യം അടുത്ത ദിവസത്തെ പന്തിന്റെ ഇന്നിങ്സ് നോക്കിയാൽ മനസ്സിലാവും. സെഞ്ചുറി അടിക്കും, സെഞ്ചുറിയുടെ അടുത്ത് 99 കണ്ട് ഔട്ട് ആവണത് ബാംഗ്ലൂർ ടെസ്റ്റില്, 99 ഔട്ട് ആവണത്. അപ്പൊ ഈ പറയണ പോലെ 3 ഫോർമാറ്റുകളിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സ് വേണം ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലി പോയാലും അല്ലെങ്കിൽ രോഹിത് ശർമ്മ പോയാലും വരേണ്ടത്. ഇന്ത്യ സെലക്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഇന്ത്യ സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സ്, ഇന്ത്യൻ സെലക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് എനിക്ക് തോന്നുന്ന കൂടുതലും കുറച്ച് ഫെയിംസ് കൂടുതലുള്ള ആൾക്കാരെയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്. കാരണം കുറച്ചിപ്പോ സായി സുദർശൻ എന്ന് പറയുന്ന പേരുകള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ക്രിക്കറ്റിനെ നല്ലോണം ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ലാണ്ട് ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സായി സുദർശൻ ആരാണെന്ന് ഉറപ്പായിട്ടും ചോദിക്കും. എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ സായി സുദർശൻ എന്ന് പറയുന്ന പ്ലെയർ, സായി സുദർശൻ ഏത് പ്ലെയർ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം വരുന്നില്ല, അവരൊന്ന് ഫ്രണ്ടിലേക്ക്. അവർക്ക് ഇപ്പൊ ഷൈബാബൻ പറഞ്ഞ പോലെ ചാൻസ് കിട്ടാത്തയാണോ അതാ അങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സ് അല്ല, നമുക്ക് ഇങ്ങനത്തെ ഉള്ള പ്ലേയേഴ്സ് തന്നെ വേണം എന്നിപ്പ ജയ്സ്വാൽ. ഞാൻ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു പ്ലെയർ. പക്ഷെ ഭയങ്കര ഞെട്ടലായിരുന്നു എനിക്ക് അവൻ കളിക്കണ കളി കണ്ടപ്പോ. ലാസ്റ്റത്തെ ഈ ന്യൂസിലാൻഡ് സീരീസ് വെച്ച് ബാക്കി അതിനു മുമ്പ് കളിച്ച സീരീസുകളിലെല്ലാം അടിപൊളിയായിട്ട് ശശി ജയ്സ്വാൽ കളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അല്ലെങ്കിൽ അങ്ങനത്തെ സീനിയർ പ്ലെയേഴ്സ് പോയാല് പണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ. ഈ പറയുന്ന പോലെ 3 ഫോർമാറ്റ്, 2020 ടെസ്റ്റ്, ODI, ഈ 3 ഫോർമാറ്റിലേക്ക് നമ്മൾ ഓരോ തവണ ഓരോ സീരീസിന് പോകുമ്പോഴും ഓരോ ക്യാപ്റ്റൻസും ഓരോ പ്ലേയേഴ്സും ആണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പാപ്പം പറഞ്ഞു നമ്മള് കഴിഞ്ഞ തവണ 2020 വേൾഡ് കപ്പ് അടിച്ച ടീമിൽ നിന്ന് ഒട്ടും സിമിലർ അല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ ടീം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഓസ്ട്രേലിയ ആയിട്ടുള്ള സീരീസ് 5 കളിയുണ്ട്, 4 കളി ജയിക്കണം എന്ന് പറയുമ്പോ ഞാനൊരു കട്ട വിരാട് കോഹ്ലി ഫാനാണ്. മനസ്സ് കിടക്കണത് ഇവർ രണ്ടുപേരും, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്തായാലും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
അവര് അവര് കാരണം ജയിച്ച് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. നടക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണെന്ന് ഒപ്പം പറയണ പോലെ തന്നെയാണെന്ന് തോന്നുന്നത്. എന്തായാലും ഇന്ത്യയുടെ തോൽവിനെ കുറിച്ച് ഇപ്പൊ ഫസ്റ്റ് തന്നെ രോഹിത് ശർമ്മ പിച്ചിന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം ഇപ്പൊ പാപ്പൻ പറഞ്ഞ പോലെ നമുക്ക് ഫേവറാണ്, നമുക്ക് പറയാം നമ്മുടെ പിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇത് ഉള്ളപ്പോ പോലും അതിനെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യണത്. നമുക്ക് അത് കണ്ടീഷൻ ഇത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള പ്ലെയേഴ്സ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്യാപ്റ്റൻസി കാര്യം രോഹിത് ശർമ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയണ പോലെ ഇത്തിരി അഗ്രസീവാണ്. പുള്ളിയുടെ ബാറ്റിംഗ് സ്റ്റൈലായാലും പുള്ളി ആ ഇതില് ഫീൽഡിലായാലും ബോളേഴ്സിന് ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബോളേഴ്സിന് ബോളിംഗ് കൊടുത്ത് ഫീൽഡിങ് സെറ്റ് ചെയ്ത് കഴിയുമ്പോ ബോളേഴ്സ് ജസ്റ്റ് രോഹിത് ശർമ്മേനൊപ്പം രോഹിത് ശർമ്മ ചോദിക്കണ ചോദ്യം എന്തായി നിങ്ങൾ പറഞ്ഞത് അവിടെ നിർത്താൻ, പിന്നെ എന്തിനാ എന്നെ നോക്കണത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കട്ട വിരാട് കോഹ്ലി ഫാൻ ആയതുകൊണ്ട് പറയണല്ല, നമ്മള് ഇംഗ്ലണ്ടിൽ പോയി ഒരു ടെസ്റ്റ് കളിക്കണ സമയത്ത് ലാസ്റ്റ് ബോൾ ആൻഡർസന്റെ വിക്കറ്റ് ഇടുന്ന സമയത്ത് സിറാജിന്റെ അടുത്ത് വിരാട് കോഹ്ലി പറയും നീ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ബോൾ ചെയ്യുന്ന പറയും. ഫസ്റ്റ് ബോൾ വിക്കറ്റാ, കളി ജയിക്കുക. ഫസ്റ്റ് ബോൾ ആൻഡർസന്റെ കുറ്റി എടുത്തിട്ട് വിക്കറ്റാ കളി. അങ്ങനത്തെ ഉള്ളൊരു ക്യാപ്റ്റനായി മാറണമെന്നുണ്ട് രോഹിത് ശർമ്മ. അങ്ങനെ ഒരു തീരുമാനങ്ങൾ, അതായത് ഇപ്പൊ ബുംറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മുംബൈയുടെ ഇതിലുള്ള ഒരു പ്ലെയർ ആയിരുന്നല്ല. അപ്പൊ രോഹിത് ശർമ്മക്ക് കുറച്ചുകൂടി അറിയാം, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ബുംറ എങ്ങനെയാണ് ബോൾ എറിയത്തുള്ളത്, അല്ലെങ്കിൽ ബുംറ ബോൾ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഇത് ചെയ്യണമെന്നുള്ളത് രോഹിത് ശർമ്മക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതേപോലെ എല്ലാവരെയും ഒന്ന് രോഹിത് ശർമ്മ അനലൈസ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട്. അതേപോലെ ഈ 3 ഫോർമാറ്റിലും ഇനി വരുമ്പോ, അതായത് പുതിയതായിട്ട് സെലക്ഷൻ കമ്മിറ്റി സെലക്ഷൻ ചെയ്യുമ്പോഴായാലും പ്ലെയേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോഴായാലും ഈ 3 ഫോർമാറ്റും കളിക്കുന്ന പ്ലെയേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഒരു IPL എന്ന് പറയുന്ന ഒരു 20 ഓവർ മാച്ച് മാത്രം വെച്ചിട്ട് അവരെ വൺഡേയിലും അവരെ ടെസ്റ്റിലും കൊണ്ടുവരുന്നത് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവരെ പിന്നെ നമ്മൾ പിന്നെയും അവരെ എന്താ പറയാ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്, അതായത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ ടെസ്റ്റ് കളിക്കണം, പിന്നെ നിങ്ങൾ ഓടി കളിക്കണം എന്ന് പറയണ പോലെ ഈ പോണം. ഈ 3 ഫോർമാറ്റിലും കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. അതേപോലെ തന്നെ വരുന്ന ഈ പറയുന്ന പോലെ 5 ടെസ്റ്റ് സീരീസിൽ ജയിക്കോ ഇല്ലയോ എന്നുള്ള ഇത് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിലും ജയിക്കണമെന്ന് തന്നെ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി അജിം പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എന്നെ പലർക്ക് അറിയില്ലായിരിക്കും, എൻ്റെ പേര് അജിൻ. അപ്പോൾ താങ്ക് യു. അതിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഇനി ഇതൊരു നല്ല തുടക്കമാവട്ടെ. അപ്പോൾ ഇനി മുതൽ എല്ലാ ഡിസ്കഷനിലും ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാർ പറഞ്ഞ പിച്ചിന്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. പണ്ട് ഹാർഷ ബോഗ്ലെ ഒരു ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാരെപ്പോഴും കളിയാക്കുമായിരുന്നു ഈ സ്പിൻ പിച്ച് ഉണ്ടാക്കിയിടുന്നതിന്, ഇന്ത്യ കുഴി കുത്തിയാണ് എല്ലാരെയും വീഴിക്കുക എന്നുള്ളൊരു ഭയങ്കര ഇതായിട്ട് പറയായിരുന്നു. പക്ഷെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നപ്പോ ശരിക്കും ആ കുഴികൾ തന്നെയാണ് ഇന്ത്യക്ക് ഈ 2 ഫൈനലും ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അപ്പോ ഇപ്പോഴും അത് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റൂല, കാരണം നമ്മുടെ സോയിലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ സംഭവം എവിടെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 വേൾഡ് കപ്പ് ഫൈനലില് പാറ്റ് കമിൻസും ജോർജ് ബെയിലും കൂടെ ഫൈനൽ പിച്ച് റീഡ് ചെയ്യാൻ വന്നു. അപ്പൊ അവര് പറഞ്ഞു, അതായത് ആ സോയില് രാത്രി ബാറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആവും എന്നുള്ളത് അവർ അനാലിസ് ചെയ്തു. നമ്മുടെ സോയില് അവർക്ക് അത് എങ്ങനെ അനാലിസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കണ്ടിട്ടാണ് അശ്വിൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയത്. അപ്പോ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ IPL ഒക്കെ വന്നപ്പോ അവര് കണ്ടീഷൻസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി, അവർക്ക് ശരിക്കും സെക്കൻഡ് ഹോം പോലെയായി. പണ്ടൊക്കെ ഇന്ത്യയിൽ വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിന് ഭയങ്കര നൈറ്റ് മെയർ ആയിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ സാറിനൊക്കെ ഓർമ്മയുണ്ട്, കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് വന്നിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റി, സ്വെറ്റ് ചെയ്യും. അതായത് നമ്മൾ IPL കാണുമ്പോൾ തന്നെ അറിയാം, ചില പ്ലേയേഴ്സിനൊക്കെ ജേഴ്സി കാണുമ്പോൾ അതായത് അവര് വേർത്തിങ്ങനെ ഒരു പരിവായിട്ട് നിൽക്കും, ഉണക്കാനൊക്കെ ഇട്ടിട്ട്.
എന്നിട്ട് ഇപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പ്രശ്നമില്ല ഇന്ത്യയിൽ കളിക്കാൻ. ഇന്ത്യ കുറച്ചുകൂടെ എല്ലാ ഇതിലും എല്ലാ ആസ്പെക്റ്റിൽ നിന്നും അവർക്ക് ഫ്രണ്ട്ലി ആയി. അപ്പോ ശരിക്കും ഇത് ഭയങ്കര പോസ്റ്റ്മോർട്ടമാണ് ശരിക്കും ന്യൂസിലാൻഡ് സീരീസ്. കാരണം ഇന്ത്യയുടെ സ്കില്ലുകൾ അപ്സ്കെയിൽ ചെയ്യേണ്ട സമയം ആയി എന്നുള്ള ഇതില്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര രോഹിത് ശർമ്മ ഫാനാണ്. ഈവൻ ദോ പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും അടുത്തത് ആരായിരിക്കും, ഹൂസ് നെക്സ്റ്റ് രോഹിത് ശർമ്മ അല്ലെങ്കിൽ നെക്സ്റ്റ് വിരാട് കോഹ്ലി, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോഴും ഞാൻ പറയാം ഒരു നമ്പർ 4 ആരാ ODIയിലുള്ള എന്നുള്ളത്. ഈവൻ ഇന്ത്യ വേൾഡ് കപ്പ് ഫൈനൽ തോക്കാൻ കാരണം എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ ഉണ്ടായില്ല ഫൈനലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ ഇന്നും ഹർദിക് പാണ്ഡ്യ എന്തുകൊണ്ടാണ് നമ്മൾ ജനറേഷണൽ ടാലന്റ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എന്തൊക്കെ ഷോ ഇറക്കി എന്ന് പറഞ്ഞാലും ഹർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ടും ഗെയിമിലും ബോണഫൈഡ് മാച്ച് വിന്നറാ. അതുപോലെ പ്ലേയേഴ്സ് ഇല്ല. ഇപ്പൊ നിതീഷ് റെഡ്ഡി വന്നു പെർഫോം ചെയ്തു. ഇനി നിതീഷ് റെഡ്ഡി എന്ത് ചെയ്യും? ഇനി നിതീഷ് റെഡ്ഡിനെ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് ഭയങ്കര വലിയ ചോദ്യം. ഇപ്പൊ മുമ്പത്തെ പല ടെസ്റ്റുകളിലൊക്കെ ഇന്ത്യക്ക് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സച്ചിൻ 10 ഓവർ തരും, സേവാഗ് 10 ഓവർ തരും, അല്ലെങ്കിൽ മിഡിൽ ഓവേഴ്സിലുള്ള ആരെങ്കിലും അങ്ങനെ ഓവേഴ്സ് തരും. ഇത് ഫുൾ പ്രഷറും ഈ പറഞ്ഞ ആ ലാസ്റ്റ് 3 സ്പിന്നേഴ്സിന്റെ മേളിലാണ് ഇന്ത്യക്ക് ഒരു എക്സ്ട്രാ ഗ്ലെൻ ഫിലിപ്സിന്റെ പോലെ ഇന്ത്യക്ക് ആരാ അവിടെ ബോൾ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. അപ്പം ഇന്ത്യക്ക് പാർട്ട് ടൈമിംഗ് കൾച്ചർ എനിക്ക് തോന്നുന്നു ഗംഭീർ വന്നതിന്റെ എനിക്ക് തോന്നുന്നു പാർട്ട് ടൈമിംഗ് കൾച്ചർ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഈ വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ പേരിലാണ് നമ്മൾ ഈ പാർട്ട് ടൈമേഴ്സിന് ബോൾ ചെയ്യാണ്ട് ഒരു സീൻ ഉണ്ടായി തുടങ്ങിയ ഒരു ഇടക്കാലം വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ശരിക്കും ന്യൂസിലാൻഡ് സീരീസ് ഭയങ്കരമായിട്ട് തുറന്ന് തന്നത്. ഇനി പാർട്ട് ടൈമേഴ്സ് വരെ എനിക്ക് തോന്നുന്നു ജയ്സ്വാളൊക്കെ അത്യാവശ്യം ലെഗ് സ്പിൻ ചെയ്യും. എനിക്ക് അവരൊക്കെ കുറച്ചുകൂടെ ഒക്കെ ആ ഒരു ഇതിലേക്ക് വരും. എനിക്ക് തോന്നുന്നു ഗംഭീറിന് അങ്ങനെയാണ് കുറച്ചുകൂടെ ടീം യൂസ് ചെയ്യാൻ പറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം കൂടെ ഗംഭീറിന്റെയും രോഹിത്തിന്റെയും ഇതിലേക്ക് വെച്ചിട്ട് കാര്യമില്ല. കാരണം ടീം മൊത്തത്തിൽ ഇൻവോൾവ് ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആയി ഈ ഒരു ഡിഫീറ്റില്. കാരണം വൈറ്റ് വാഷ് അത് 3-0 അതുപോലെ സ്പിൻ വിക്കറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അൺസൈക്കബിൾ ആയി പോകും. ഇപ്പം എനിക്ക് തോന്നുന്നു പൂജാരയാണ് പ്രോപ്പർ ലാസ്റ്റ് ടെസ്റ്റ് ബാറ്റ്സ്മാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട്. ഇപ്പൊ ഇനി ഒരാളെ കണ്ടുപിടിക്കണം. കാരണം ഇപ്പൊ പൂജാരയുടെ ആ പൊസിഷനിലേക്ക് ഗില്ല് വന്ന്, പക്ഷെ ഗില്ല് എൻറ്റയർലി ഡിഫറെന്റ് ബാറ്റ്സ്മാനാണ്. കാരണം ഇപ്പൊ ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ തൊട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 90 ഓവർ പോട്ടെ, ഒരു 60 ഓവർ ഒരു ബാറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം ഇന്ത്യ ഒരു ലോങ് ഇന്നിങ്സ് പ്ലാനേ ഉണ്ടായില്ല ഇന്ത്യക്ക് എന്ന് തോന്നുന്നു. ഇന്ത്യക്ക് ആർക്കും ഒരു ലോങ് ഇന്നിങ്സ് പ്ലാൻ ഉണ്ടായില്ല ഈ സീരീസിൽ. കാരണം ലോങ് ഇന്നിങ്സ് ഉണ്ടെങ്കിൽ ടെസ്റ്റിന് തന്നെ ഈ എതിരാളികളെ മീൻസ് അവിടെ നമ്മുടെ ഹോമിലേക്ക് വന്നവരെ അവര് ഫിസിക്കലി ഡൗൺ ആക്കണം. അതും കൂടെ അതിനകത്തൊരു കാരണം അവര് 5-ാമത്തെ ദിവസമൊക്കെ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ അവര് ടയേർഡായിട്ടൊരു പരിവാക്കി വേണം ഇന്ത്യ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതെന്താ ഇപ്പൊ 3 ദിവസം ടെസ്റ്റ് ചെയ്യണോണ്ട് സുഖമാണ്, നമുക്ക് സുഖമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കോർ നോക്കിയാൽ മതി. ODI കാണുന്ന പോലെ നമുക്ക് കാണാം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ 5 ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് കാണുക. പ്രത്യേകിച്ച് ഈ ടെസ്റ്റിന്റെ ഒക്കെ ലാസ്റ്റ് ഒരു 10 ഓവറൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ പക്ഷെ അത്രയും എക്സൈറ്റിംഗ് അല്ല ലാസ്റ്റ് 10 ഓവറിൽ എന്താ സംഭവിക്കണമെന്നൊക്കെ ഉണ്ടാവാറില്ലല്ലോ അതിനു മുമ്പ് ഇത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസ്റ്റ്മോർട്ടമാണെന്ന് എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ത്യ ഷുഡ് തിങ്ക് ബിയോണ്ട് രോഹിത് ശർമ്മ, ഇപ്പൊ വിരാട് കോഹ്ലി, ഇപ്പൊ ജഡേജ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ്. ഇപ്പൊ ഭയങ്കര ഓഫ് സീസൺ എന്ന് പറയാം. ഇടയ്ക്ക് വിക്കറ്റ് എടുക്കും, ഇടയ്ക്ക് എടുത്തു ഇല്ലെങ്കിൽ ഇല്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ചധികം നല്ല ബോളേഴ്സ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ റെഡ് ബോൾ ബോളേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്ത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഇംഗ്ലണ്ടിലല്ല ബോളണ്ട്, ഇവിടെ ഓസ്ട്രേലിയ ബോളണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ടിൽ പോയാലും ഉണ്ട്. അവിടെ കുറച്ച് സീസണൽ ബോളേഴ്സ് ഉണ്ട്. അവർ വന്ന് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. നമുക്കറിയാൻ പറ്റില്ല എന്താണ് നമുക്ക് വേണ്ടി. ഇപ്പം ഇന്ത്യയില് ശരിക്കും പറഞ്ഞാൽ പ്ലേയേഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൊടുത്തേ ഭയങ്കരമായിട്ട് പറ്റുള്ളൂ. ഈവൻ ഈ എൻ്റെ സിനാറിയോയില് ചിലപ്പോൾ ധ്രുവ് ജുറല് അവർക്ക് ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. ധ്രുവ് ജുറല് വന്നിരുന്നെങ്കിൽ ഭയങ്കര ഔട്ട് ഓഫ് സിലബസ് ആയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് ടാലന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ പ്രോപ്പർ ഓൾറൗണ്ടർ ഒക്കെ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഒക്കെയാണ്
ശരിക്കും ഭയങ്കരമായിട്ട് വേണ്ട അവർക്ക് കാരണം ഇപ്പൊ സാധാരണ ബുംറ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. ബുംറയോടൊപ്പം ബോൾ ചെയ്യുന്നവർ എക്സോസ്റ്റഡ് ആവും. ആരാണ് എക്സ്ട്രാ എന്നാ നീ എറിഞ്ഞു വരും, എനിക്കൊരു 10 ഓവർ തരാം, എനിക്ക് വിക്കറ്റ് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നീ അധികം റൺസ് ലീക്കാണ്ടിരുന്നാൽ മതി എന്നും ഇന്ത്യക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ അതിനു വേണ്ടിയിട്ടായിരിക്കണം ഗംഭീർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഈവൻ ഈ വരുൺ ചക്രവർത്തിനെ പോലെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെസ്റ്റിൽ ട്രൈ ചെയ്താലും കുറച്ചുകൂടെ കണ്ടീഷൻസ് വെച്ചിട്ട് കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. കാരണം മിസ്റ്ററി സ്പിന്നർക്ക് എപ്പോഴും ഒരു ചാൻസ് ഉണ്ട് അയാളുടെ മിസ്റ്ററി റിവീൽ ആവണ വരെ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ചില ചോയ്സുകൾ, കാരണം ഇനി ഭയങ്കര ടഫായിരിക്കും. കാരണം ഓരോ ടീമും ഭയങ്കര അപ്സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യക്ക് ഭയങ്കര അപ്സ്കെയിൽ ചെയ്യേണ്ട ടൈമായി. കാരണം ഇന്ത്യയിൽ വന്ന് അവർ ജയിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും, ജയിക്കാനല്ല, അവർക്ക് കണ്ടീഷൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എളുപ്പമാവുന്നുണ്ട്, നമ്മൾ ഭയങ്കര എളുപ്പമാക്കുന്ന സീനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സും രഞ്ജിയൊക്കെ ഇനിയിപ്പോ ഭയങ്കര മോണിറ്ററിലായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം അല്ല ഇത് വേണ്ട, KL രാഹുലിനെ പോലത്തെ പ്ലെയർ ഇരിക്കുമ്പോഴുണ്ട് നമ്മള് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ എടുക്കണം. ഇതെന്താ അറിയോ, നമ്മൾ ഈ ഫുട്ബോളും ക്രിക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഒരു മീഡിയ ടീമിന്റെ ഒരു ഡിബേറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നോർമൽ ആയിട്ടുള്ള ഒരു ടാലന്റ് കമ്പാരിസൺ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ബ്രസീലില് ഇഷ്ടംപോലെ ഉണ്ട്. ബട്ട് യു കാൻ ഫൈൻഡ് എ വിനീഷ്യസ് ജൂനിയർ. ഒരു വിനീഷ്യസ് ജൂനിയറിനെ കിട്ടില്ല. അപ്പൊ അവര് നോക്കുന്നത് ആ വിനിയുടെ മേലെയുള്ള ഒരു പ്ലാൻ. എപ്പോഴും അവരുടെ എനിക്ക് എപ്പോഴും ഈ സൗത്ത് അമേരിക്കയില് ഈ രണ്ട് ടീംസുകൾ എപ്പോഴും ഈ അർജന്റീന ബ്രസീൽ സക്സസ്ഫുൾ ആവുന്ന റീസൺ ഇല്ല. നെക്സ്റ്റ് പ്ലെയർ ഈസ് അബൌട്ട് ദ പ്രസന്റ് ഗ്രേറ്റ്. അതങ്ങനെ എടുക്കത്തുള്ളൂ. ഇപ്പോഴുള്ളതിനേക്കാളും മേലെ നമ്മൾ അത് താഴെ പോകരുത്. കാരണം വൺസ് ഒരു പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്തു, അതിന്റെ മേലെയാണ്. അത് ഭയങ്കര എന്താ പറയാ യുണീക്കായിട്ട് നമുക്ക് തരും. ട്രൈങ് ഔട്ട് ടാലന്റ്, എസ്താവോ വില്യം, എൻഡ്രിക്സ്, ഇതൊക്കെ എന്തിനാ ട്രൈ ചെയ്യുന്നത്? അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എന്തെങ്കിലും മാറും, എന്തെങ്കിലും അവർ പുറത്തു വിടും ഇതിന്റെ ഇതിന്. ഞാൻ പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എനി പ്ലെയേഴ്സിനെ എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ ബെഞ്ച് മാർക്ക്? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. യു ലുക്ക് അറ്റ് ദാറ്റ് ബെഞ്ച് മാർക്ക്. ആ ബെഞ്ച് മാർക്ക് നോക്കും. നമ്മൾ അതിന്റെ താഴെയുള്ള പ്ലെയറിനെ എടുക്കണ്ട, അത് ഇക്കുമ്പോൾ ഉണ്ട് ഇവിടെ. അപ്പൊ ആ ബെഞ്ച് മാർക്കിൽ ആരെങ്കിലും ഉണ്ടോ വരിക? ഇല്ലേ, മാറ്റുക, അത് ചാൻസ് കൊടുക്കുക, മാറ്റുക. ഇത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാലും സോ മെനി പ്ലെയേഴ്സ് ബിലോ ദാറ്റ് ലെവൽ. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ശരിക്കും ഒരു ഇന്ത്യ പോലത്തെ ഒരു രാഷ്ട്രീയ കൺട്രിയിൽ അതിന്റെ ആവശ്യമില്ല. ഇപ്പം ഓസ്ട്രേലിയ ഫോർ എക്സാമ്പിൾ, they are going to replace David Warner എന്ന പ്ലെയറിനെ റിപ്ലേസ് ചെയ്യുന്ന അത് വരുന്ന മെക്സ്ഫീൽഡ്. I have seen Mexican. Remarkable talent. He is about David Warner. അങ്ങനെയാണ് അവർ കാണുന്നത് കേട്ടോ. അത് സക്സീഡ് ആവുമെന്നുള്ളത്. ബട്ട് അവർ സെലക്ടേഴ്സ് എന്താ വിചാരിക്കുന്നത്, വാർണറിനേക്കാൾ ഒരു പടി ഇവൻ മേലെയാണ്, ഇവന് ചാൻസ് കൊടുക്കാം. ഇവൻ പെർഫോം ചെയ്തില്ല, നമ്മൾ അടുത്ത ആളെ കണ്ടെത്തും. അപ്പം when you go and select these players, don't select players ഒരു ബെഞ്ച് മാർക്കിന് താഴെയുള്ള പ്ലേയേഴ്സിനെ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിന് യോജിക്കുന്നില്ല അങ്ങനെയുള്ള സെലക്ഷനുകൾ പോകാൻ. ഓക്കെ, ഇപ്പം കുറെ മാച്ചസ് ഉണ്ട്, അവര് കുറച്ച് അവസരങ്ങൾ കൊടുക്കണം, അതൊക്കെ കൊടുക്കും. പ്രോമിനന്റ് ആയിട്ടുള്ള ടോപ്പ് മാച്ചസിന് യു പിക് പ്ലേയേഴ്സ് ഓൺ ദ ഹൈയസ്റ്റ് ലെവൽ തന്നെ പിക്ക് ചെയ്യാം. യു ഡോണ്ട് നീഡ് ടു എന്താ പറയുന്നത്, യു ഡോണ്ട് നീഡ് ടു ഗോ ആൻഡ് പിക് പ്ലേയേഴ്സ് ഹു ആർ ബിലോ ദിസ്. 2 ദിവസം മുന്നേ റിയൽ മാഡ്രിഡ് ഫാൻസ് അവരുടെ ഗ്രൂപ്പിൽ വലിയ വിവാദമായിരുന്നു. എംബാപ്പേനെ ഫ്രാൻസ് ടീമിൽ നിന്ന് എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഇറ്റലിയും ഇസ്രയേലും ആയിട്ടുള്ള കളിയിൽ? ബിക്കോസ് ഇറ്റ്സ് എ ഫ്രണ്ട്ലി ആൻഡ് കോച്ച് വുഡ് നോട്ട് ലൈക്ക് ടു പിക്ക് സംബഡി. യു വാണ്ട് ടു ട്രൈ സംബഡി എൽസ് ബിഫോർ ദ വേൾഡ് കപ്പ്. അപ്പൊ അതിന്റെ അർത്ഥം ദശാംസ് നോസ് ദാറ്റ് അയാളുടെ ക്യാപ്റ്റൻ എംബാപ്പെ തന്നെയാണ്. But at the moment I won't pick him because I wanted to see somebody is above him. ആരും വരുന്നുണ്ടോ നോക്കിയിട്ടാണ് എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ് തന്നെ നിൽക്കണം എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ some of the players they picked, I think they picked players who are below this benchmark. നേരത്തെ പുള്ളി പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്.
ടെണ്ടുൽക്കർ പോയപ്പോ ഹൂ നെക്സ്റ്റ് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് സെലക്ടേഴ്സ് ഉത്തരം പറയാം ഹൂ നെക്സ്റ്റ്. അപ്പൊ അടുത്ത ലെവൽ പിക്ക് ചെയ്യും, എന്നിട്ട് ട്രൈ ചെയ്യും. ഒരു 3-4 ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ക്ലിക്ക് ആവും. ബട്ട് അതിന്റെ താഴെയുള്ള ടാലന്റ്സിനെ പോയിട്ട് പിക്ക് ചെയ്യണം. ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ട്. കാരണം പറയാ, ഞാൻ ഇന്നലെ ഒരു ഹിന്ദു പത്രക്കാരന്റെ കൂടെ പറഞ്ഞ ഒരു പാട്ടാണ്, ഐ ലൈക്ക് സർഫറാസ് ഖാൻ, ഇത് ഗുഡ് ബാറ്റ്സ്മാൻ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ പ്ലേ 75 ടെസ്റ്റ് ഫോർ ഇന്ത്യ. കാരണം പറയാ, ഡീസന്റ് ടാലന്റാണ്, എക്സ്ട്രോർഡിനറി ടാലന്റ് ഒന്നല്ല. ഇതിൽ നെവർ ബിക്കം എ വിരാട് കോഹ്ലി, ഇതിൽ നെവർ ബിക്കം എ രോഹിത് ശർമ്മ. കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അവനെ റിപ്ലേസ് ആവും. സോ യു ട്രൈ ടു പിക്ക് സംബഡി ഓൺ ദ ടോപ്പ് ലെവൽ. ഇപ്പൊ ജയ്സ്വാൾ കുറച്ച് മേലെ, അപ്പൊ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ തുടങ്ങും. ഗില്ല് കുറച്ച് ഗില്ല് മേലെയാണ്. അപ്പൊ വെൻ യു സെലക്ട് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ സെലക്ടേഴ്സ് പോയി കളിയാണ്, യു സ്റ്റാർട്ട് പിക്കിംഗ് പ്ലേയേഴ്സ് ആ ബെഞ്ച് മാർക്കിന്റെ മേലെ അല്ലെങ്കിൽ ഓൺ പാർ നിൽക്കുന്ന പ്ലേയേഴ്സിനെ പിക്ക്. ഇതിന്റെ താഴെയുള്ള പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് കാര്യം, അത് ഓൾറെഡി ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ അതിനകത്തുനിന്ന് വേറെ ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഇപ്പൊ കുറച്ച് നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പൊ ഈവൻ ഉമ്രാൻ മാലിക്കിന്റെ കേസ് എടുത്തു. ഉമ്രാൻ മാലിക്കിന് അത്രയും പേസ് ജനറേറ്റ് ചെയ്യുന്ന ബോളർ ഇന്ത്യയിൽ ഭയങ്കര കുറവ്. ഇപ്പൊ മയങ്ക് യാദവ് വന്നു, പക്ഷെ ഇഞ്ചുറി അങ്ങനെയൊക്കെ. പക്ഷെ ഈ ഉമ്രാൻ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തിരുന്നെങ്കിൽ ഉമ്രാൻ ശരിക്കും പറഞ്ഞ ഇന്ത്യൻ ടീമില് ബുംറയുടെ ആ ഒരു ഇതിൽ നിൽക്കേണ്ടിരുന്ന ആളാണ്. കാരണം ലോങ് റൺ കിട്ടിയേനെ. കാരണം ഇനിയും സമയമുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനെ. ഇവൻ പൃഥ്വി ഷോയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ നട്രാജൻ അത് ഭയങ്കര നമുക്ക് ഇല്ലാത്തതും ഒരു സമയത്ത് ഈ പാകിസ്ഥാന്റെ മറ്റേ അഫ്രീദിയൊക്കെ ബോൾ എറിയാൻ ഫസ്റ്റ് വരുമ്പോ തന്നെ വിക്കറ്റ് കിട്ടി തീർന്നാൽ മതി എന്നുള്ള രീതിയാണ് ബോൾസ് വന്നു. എല്ലാവർക്കും ഉണ്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് ഫസ്റ്റ് ബോളേഴ്സ്, എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഈ ഫൈവരിട്ടാനും ഇർവാമിട്ടാനും പോയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാട് പക്ഷെ ടാലൻസ് ഉണ്ട്. ഇപ്പൊ ചേതൻ ചക്രിയ, ഖലീൽ അഹമ്മദ്, മോസിൻ ഖാൻ പക്ഷെ ഭീകര ഇഞ്ചുറി പ്രശ്നങ്ങൾ. അപ്പൊ ഇതാണ് പ്രശ്നം ഇന്ത്യ ആ ഒരു സിസ്റ്റം. ഇപ്പൊ ഇഷാൻ കിഷാൻ ഫാർ ഭയങ്കര ബെറ്റർ ടാലന്റഡ് ബാറ്ററാണ്. ഇഷാന്റെ കയ്യിലില്ലാത്ത ഷോട്ടുകളില്ല. ഇഷാന്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര അടിപൊളിയാണ്. ഇഷാൻ ബാറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നു ഇഷാന്റെ അത്രയും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ടീമിനെ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. എതിർ ടീമിനെ ഏത് കൈൻഡ് ഓഫ് ബോളേഴ്സ് വന്നാലും. പക്ഷെ ഇഷാൻ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളുണ്ട് ടീമിൽ നിന്ന് പുറത്ത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ടെസ്റ്റിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഇന്ത്യ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യ എങ്ങനെയാണ് ബാക്കിയുള്ള യങ് ടാലൻസിനെ ടീമിലേക്ക് സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻസ്. കാരണം മുമ്പ് ഇപ്പൊ രോഹിത്തും അല്ലെങ്കിൽ ഇപ്പൊ രോഹിത് ശർമ്മ ഇത്രയും ടീമിലേക്ക് സെറ്റ് ആവാൻ ഒരു കാരണം ധോണിയാണ്. ധോണി അത്രത്തോളം ബാക്ക് ചെയ്തിട്ടുണ്ട് രോഹിത്തിനെ. ഇവൻ റെയ്നേനെ അതുപോലെ ബാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ. അപ്പം അതുപോലെ ഈ പറഞ്ഞ പോലെ സൂര്യനെ കൊണ്ടുവന്നു. സൂര്യൻ ഇപ്പൊ T20 ഒരു ലോങ് ടേം അല്ലെങ്കിൽ കൂടെ ഒരു 5 yearsലേക്ക് നോക്കണ്ടാത്തൊരു പ്ലെയർ. ഹാർദിക് അങ്ങനെ. എനിക്ക് തോന്നുന്നു ടെസ്റ്റിലും ODIയിലും ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് വേണ്ടത്. കുറച്ച് ലോങ് ടേമിലേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യണം കുറച്ച് നല്ല ടാലൻസിന്. ഇപ്പൊ മയങ്ക് യാദവിന് ഇപ്പൊ വന്നു ഇഞ്ചുറി വന്നു. മയങ്ക് യാദവിന് IPL വന്ന സമയത്ത് പറഞ്ഞതായിരുന്നു ഓസ്ട്രേലിയൻ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലെയർ ആണ് എന്നുള്ളത്. പക്ഷെ ഇല്ല, എനിക്ക് നടരാജനും പറഞ്ഞത്. പക്ഷെ വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് ചേതൻ ചക്രിയ അല്ലെങ്കിൽ ഖലീൽ അഹമ്മദിന് എന്ത് പറ്റി, അല്ലെങ്കിൽ കുൽദീപ് യാദവ്, മറ്റേ നമ്മുടെ കുൽദീപ് സെൻ രാജസ്ഥാനിലെ കുൽദീപ് സെൻ, പിന്നെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഹർഷിത് റാണ അല്ലെങ്കിൽ വൈഭവ് അറോറ. ഈവൻ പഞ്ചാബിലും കുറച്ചധികം പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു IPL കളിച്ച. ഇപ്പൊ പ്രസിമ്രൻ സിംഗും അല്ലെങ്കിൽ അഥർവ ടൈഡനും പോലുള്ള കുറച്ച് യങ് പ്ലേയേഴ്സ്. ഇവരൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും വലിയ ചോദ്യമാണ് ഇതിനകത്ത്. എങ്ങനെയാണ് ഹൂ വിൽ ബി ദ നെക്സ്റ്റ്? നമ്മൾ കളിക്കാൻ പോകുന്ന എല്ലാ ടൂർണമെന്റും നമ്മൾ ഫേവറേറ്റ്സ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആണ്. വി ആർ എക്സ്പെക്ടഡ് ടു ബി ഫേവറേറ്റ്. നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ കൈൻഡ് ഓഫ് ടീംസ് വി ഹാവ്, നമ്മൾ ഏത് ടൂർണമെന്റ് കളിച്ചാലും വിൽ ബി വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു പ്രഷറിലൂടെ വളർന്നു വരുന്ന കളിക്കാരെ ഇനി ഉണ്ടാവുമല്ലോ. സോ പ്രഷർ കനോട്ട് ബി എ റീസൺ. പ്രഷറിന് ഇനി ഒരു റീസൺ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ
ശരിക്കും ഇപ്പം ഐ ഫൈൻഡ് ദാറ്റ് ദ ബിഗ്ഗസ്റ്റ് പ്രഷർ ഫോർ അർജന്റീന ഈസ് വാട്ട് ഇഫ് മെസ്സി റിട്ടയേഴ്സ്. അതിൻ്റെ അടുത്ത 2 വേൾഡ് കപ്പും പ്രഷറിൽ തന്നെ ചത്തു അർജന്റീന. കാരണം ബിക്കോസ് മെസ്സി വോൺ ദ വേൾഡ് കപ്പ് ദേ എക്സ്പെക്ട് മെസ്സി ടു അഗെയിൻ അർജന്റീന ടു അഗെയിൻ ആൻഡ് വിൻ. അത് തന്നെയാണ് ഇന്ത്യയുടെ അവസ്ഥ. അപ്പോൾ യു സ്റ്റാർട്ട് ബിൽഡിങ് ആൻഡ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ പ്ലെയേഴ്സ്. ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ലെവൽ ഓഫ് പ്ലെയേഴ്സിനെ തന്നെ പിക്ക് ചെയ്ത് വരണം എന്നുള്ളതാണ് ഇത്. പ്രോബ്ലം ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പ്ലേസസ് ദ സെലക്ഷൻ ഈസ് മെയ്ഡ് പ്യൂർലി ഓൺ ദ ബേസിസ് ഓഫ് ലോങ് റൺ. ഒരു ലോങ് റൺ കൊടുക്കുന്നുണ്ട്. ബട്ട് the point is what is the parameter for long run? ആ ലോങ് റണ്ണിന് എന്താ പാരാമീറ്റർ? ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ KL രാഹുലിനെ പിക്ക് ചെയ്തു. നമ്മൾ രാഹുലിനോട് പറയണം ഐ എം ഗോയിങ് ടു ഗിവ് യു ദ ഓസ്ട്രേലിയ സീരീസ്, ഐ എം ഗോയിങ് ടു ഗിവ് യു ദ നെക്സ്റ്റ് സീരീസ്, 2 സീരീസ്, സോ ടോട്ടലി 8 മാച്ചസ്. ഈ 8 മാച്ചസിൽ ഇഫ് യു ഡോണ്ട് പെർഫോം യു വിൽ ലൂസ് യുവർ സ്പോട്ട്. അടുത്ത സീരീസിലേക്ക് സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു പാരാമീറ്റർ ഉണ്ടോ? അതെനിക്ക് ഉണ്ടോയെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ആൻഡ് പിക്കിംഗ് അഗെയിൻ. സി, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ടാലൻറ്റ് ഉണ്ടെങ്കിൽ. ഇപ്പം ടാലൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ്റാണ്. ഇപ്പം എൻ്റെ അടുത്ത് ടാലൻറ്റേ ഇല്ല എൻ്റെ രാജ്യത്ത്, ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ ചാൾസിനെയും എല്ലാം നിങ്ങളെ ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ടെൽ ദാറ്റ് പ്ലെയർ ഐ ആം ഗോയിങ് ടു ഗിവ് യു 8 മാച്ചസ്. 8 മാച്ചസ് മീൻസ് 16 ഇന്നിങ്സ്. യു പെർഫോം. കുറച്ച് പ്ലേയേഴ്സിന് മാത്രം കുറച്ച് പ്ലേയേഴ്സിന് അങ്ങനെയുണ്ട്. മാച്ച് കളിക്കേണ്ടി വന്നപ്പോൾ അതെ സഞ്ജുനും സൗത്ത് ആഫ്രിക്കൻ അതെ അതെ ഭയങ്കര ഡേ ആയിരുന്നു ആ മാച്ച്. അതെ. ബംഗ്ലാദേശ് മാച്ച്. അല്ല, അങ്ങനെ ഒരു പാരാമീറ്റർ കൊടുത്തിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ പോകുന്നുണ്ടോ എന്ന് എനിക്ക് അത് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് എവറി ടൈം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുമ്പം ദ പ്ലെയേഴ്സ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആവുന്നുണ്ട്. ഐ ഹാവ് എ ഫിയർ ദാറ്റ് ഇപ്പൊ ടെസ്റ്റ് തുടങ്ങുമ്പം എനിക്ക് തോന്നുന്നു സംഹൗ സർഫറാസ് ഖാൻ വിൽ ലൂസ് ഹിസ് പ്ലേസ് ഫസ്റ്റ് ടെസ്റ്റില്. അത് മിക്കവാറും രാഹുൽ തന്നെ വരും. ഓക്കെ, ഒരു ചാൻസ് കൊടുക്കും. കാരണം രാഹുലിന് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. മൈ പോയിന്റ് ഈസ്, ഇത് നമ്മൾ സർഫറാസ് ഖാനോട് ഈ സീരീസിൽ തന്നെ പറയും. ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ഐ വിൽ ടെൽ സർഫറാസ് യു പ്ലേഡ് വെൽ ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ്, ഐ എം ഗോയിങ് ടു ഗിവ് യു ദ നെക്സ്റ്റ് 5 മാച്ചസ്. അപ്പൊ സർഫറാസിന്റെ മനസ്സിലുണ്ടാവും ഞാൻ അടുത്ത 5 കളി കളിക്കും, ഐ ഹാവ് ടു പെർഫോം. സി, അത് പറയാതെ ഈ കളി കളിച്ചില്ലേ അടുത്ത കളി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഒരു ഫെയർ റൺ ഇല്ല അതിൽ. ഇപ്പൊ ഫുട്ബോൾ ആയാലും യു ഹാവ് ടു ടെൽ ദ പ്ലെയർ ദാറ്റ് യു ഹാവ് ടു പ്ലേ ഇൻ ഈ ഒരു ഇതിൽ നിന്നുള്ളത്. ഇപ്പൊ മിഡ് വീക്കിൽ ഇപ്പൊ നമ്മളെ ഇപ്പൊ ആർസണലായാലും ചെൽസി ആയാലും മിഡ് വീക്കിലും കളിക്കുന്നു, വീക്കെൻഡിലും കളിക്കുന്നു. അപ്പോൾ കോച്ച് എന്തായാലും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ചില പ്ലെയേഴ്സിനോട്, എവറി മിഡ് വീക്ക് യു വിൽ പ്ലേ. അപ്പോൾ ആ പ്ലെയറിനറിയാം ദ ഐഡിയ ഓഫ് പ്ലേയിങ് ഇൻ മിഡ് വീക്ക് ഈസ് ടു പുഷ് മൈസെൽഫ് ടു ദ വീക്കെൻഡ് ഗെയിം. ഞാൻ നന്നായി കളിച്ചാൽ എനിക്ക് വീക്കെൻഡിലേക്ക് മാറാം എന്നുള്ളത്. അല്ല, നമ്മൾ ആ പ്ലെയർ കളിക്കുന്നു, ആ മോശമായി കളിച്ച് അവനോട് പറയാണ് അടുത്ത ആഴ്ച മിഡ് വീക്കിൽ നീ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ലാസ്റ്റ്, അപ്പം ഞാൻ എവിടെ കളിക്കുക? വീക്കെൻഡും കളിക്കില്ല, മിഡ് വീക്കും കളിക്കില്ല. ദ പ്ലെയർ ഹാസ് ടു ബി ഗിവൺ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പോയിന്റിൽ ഇത് വേണം. എനിക്കിപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ, അജിത് അഗർക്കറിന്റെ കമ്മിറ്റിയിൽ എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, സെർട്ടൻ പ്ലെയേഴ്സിന് സെർട്ടൻ ലോബി ഉണ്ട്. ആയിക്കോട്ടെ, അത് ക്യാപ്റ്റന്റെ കംഫർട്ട് ആയിരിക്കും. ബട്ട് ആ കംഫർട്ട് അത് കണ്ടിന്യൂറ്റി തന്നെ പോകണം. യു ടെൽ ദാറ്റ് പ്ലെയർ ദാറ്റ് ഇത് എന്തായാലും നിനക്ക് ഇത്ര ചാൻസ് തരും, ഇത്ര ചാൻസ് തരികയാണെങ്കിൽ കളിക്കും. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ വീരേന്ദ്ര സെവാഗും ഈ പറയുന്ന യുവരാജ് സിംഗ് ഒക്കെ ഇത്രയും സക്സസ്ഫുൾ ആവാൻ കാരണം ഒരു സൗരവ് ഗാംഗുലിയാണ്. കാരണം ഗംഗുലി ടോൾഡ് യുവരാജ് സിംഗ് വെരി ക്ലിയർലി ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് യു എ ലോങ് റൺ, ദാറ്റ്സ് ഇറ്റ്, യു പെർഫോം, യു ഡോണ്ട് പെർഫോം യു മൂവ് ഓൺ. അപ്പൊ അത് അത്രയുള്ള ഒരു പോയിന്റ് സ്ട്രക്ചർ കൊടുക്കുക. ബിക്കോസ് ദിസ് എ വെരി ഹ്യൂജ് കൺട്രിയാണ്. നമ്മൾ മറ്റു രാജ്യങ്ങൾ പോലെയല്ല, ഭയങ്കര ഒരു ഹ്യൂജ് കൺട്രിയാണ്. നമുക്കിവിടെ ടാലന്റിനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അത് എത്രമാത്രം അത് യൂസ് ചെയ്യും എന്നുള്ളത് ആണ് ഒരു ഇതിന്. ബട്ട് അഗെയിൻ നമ്മൾ ഈ ന്യൂസിലാൻഡ് സീരീസിൽ പോയിന്റിൽ പറയുമ്പോൾ വി ഹാവ് സ്കോണ്ടേർഡ് ദ ഓപ്പർച്യൂണിറ്റി. അതങ്ങ് തൊലച്ച്, ഇനിയൊന്നും പറയാനില്ല. പാടാം. കാരണം മറ്റു ടീമുകളുടെ സീരീസുമായിട്ട് റിഫ്ലക്ട് ആണ്, അതെല്ലാം ഈസി സീരീസ് ആണ്. സൗത്ത് ആഫ്രിക്ക ആണ് ചാൻസ്. ഓസ്ട്രേലിയ 100% പോകും ഫൈനൽ കളിക്കും.
സൗത്ത് ആഫ്രിക്ക അത്യാവശ്യം അവർക്കാണ് കൂടുതൽ ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയോട് പിടിച്ചിടാം താഴത്തെ. അത്രേ ഉള്ളൂ, അത്രയും ചെയ്യാൻ പറ്റും. സോറി ഇപ്പൊ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ കളി തന്നെ തുടങ്ങാറായി. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ടീം? ഈ വരുന്ന സൗത്ത് ആഫ്രിക്കൻ ടീംസിൽ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യും? ഏതൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും നമുക്ക് വാച്ച് ചെയ്യാനുണ്ടാവും? ലാസ്റ്റ് 5 minutes. സീരീസ് വന്നിട്ട് ഭയങ്കര ക്ലോസ് സീരീസ് ആയിരിക്കും. ഐ എക്സ്പെക്ട് ഇറ്റ് ടു ബി എ സൗത്ത് ആഫ്രിക്ക ടു വിൻ 2-1. ഹോം കണ്ടീഷൻ ആയതുകൊണ്ടാണ് 2-1 പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ബി എ ക്ലോസ്. 3 മാച്ച് അല്ലേ ഉള്ളൂ? ഐ തിങ്ക് 3 മാച്ച്. 3 ആണോ 4 ആണോ? 3 ഉള്ളൂ. 3 ആണോ? അപ്പൊ ഐ തിങ്ക് ദേ വിൽ വിൻ 2-1 ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലേയേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ നെക്സ്റ്റ് T20 ടീം തന്നെയാണ് ലിറ്ററലി പോയിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് അതിൽ 1-2 ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ IPL പുതിയ പ്ലേയേഴ്സ് വരുന്നില്ല. അതെ, ഈ റിങ്കു സിംഗ്, പീപ്പിൾ ലൈക്ക് റിങ്കു സിംഗ്, സൂര്യകുമാർ, ദേ ആർ ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ടീം. അതിലുള്ള 100% ഉറപ്പാണ് ആ ടീമിലുള്ള തന്നെ ഉണ്ടാവുന്നത്. കണ്ടീഷൻസ് ഇവർക്ക് ന്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ജയിക്കും എന്ന് പറയുന്നത്. കാരണം ഈ സൂര്യകുമാർ യാദവ് അടക്കം ഫസ്റ്റ് ടൈമാണ് സൗത്ത് ആഫ്രിക്കയിൽ കളിക്കുന്നത്. ആൻഡ് പിച്ച് ബൗൺസ് ഉണ്ടാവും. സോ വി ആർ നോട്ട് ഫേവറേറ്റ്സ്, ദേ ആർ ദ ഫേവറേറ്റ്സ്. 2-1 ഒരു കളി ജയിക്കാൻ പറ്റിയാൽ നല്ല കാര്യം. ബട്ട് ആ 2 കളി അവർ ജയിക്കുകയാണെങ്കിൽ തന്നെ ക്ലോസ് ആയിരിക്കും. നമ്മൾ അത്ര ഈസി ആയിട്ടൊന്നും തോക്കുന്നില്ല, ക്ലോസ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ബട്ട് T20 ഐ എം വെരി ഹാപ്പി വിത്ത് ദ സ്ക്വാഡ്. നല്ല ടീമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ. ഇന്ത്യ A-യിൽ കളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കളിക്കുന്നുണ്ട്. ലൈക്ക് അല്ലാതെ വേറൊരു ഇന്ത്യൻ എക്സ്പോസ് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഹർഷിത് റാണ ഇതുവരെ ഒരു ഇന്ത്യൻ കോളപ്പ് കിട്ടുന്നത് തന്നെ ലൈക്ക് ലാസ്റ്റ് ഒരു സീരീസ് കിട്ടി. ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഈ ഓസ്ട്രേലിയൻ ബൗണ്ടറി ട്രാക്കിലേക്ക് പോകുന്നു. അവർക്കുള്ള അഡ്വാൻറ്റേജ് അതെന്താ സംഭവം? അല്ലെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ ലൈക്ക് ലാസ്റ്റ് സീരീസിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഷാമി, സിറാജ്, ബുംറ ഒരു കോമ്പിനേഷൻ ആണ്. അവർ അത്ര എക്സ്പോസർ പ്ലെയേഴ്സ്. ഇവര് ഈ തീരെ എക്സ്പോസർ ഇല്ലാതെ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്. തീർച്ചയായും അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓൺലി ദ പിച്ച് കണ്ടീഷൻ ചേഞ്ചസ്, ദ ബോളർ സൈക്കോളജി ഡിഫറെൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ പോയി കളിക്കാൻ പോകുന്ന ബോളറിനെ ഞാൻ IPL കളിച്ചിട്ടുണ്ടാവും. ദ പിച്ച് കണ്ടീഷൻ മൈറ്റ് ബി ഡിഫറെൻറ്റ്, ബട്ട് ദ ബോളറിൻ്റെ മൈൻഡ് സെറ്റ് ഇതായിരിക്കും. ഇതിലെന്താണെന്നറിയോ, ദ പിച്ച് വിൽ ചേഞ്ച് ദി നേച്ചർ ഓഫ് ദ ബോൾ, ബട്ട് യുവർ മൈൻഡ് സെറ്റ് വിൽ നോട്ട് ചേഞ്ച്. ഇപ്പം ഞാൻ മെഗ്രാത്തിനെ ചെന്നൈയിൽ കളിക്കുന്നതും മെഗ്രാത്തിനെ പെർത്തിൽ കളിക്കുന്നതിലും ആ പിച്ചിന്റെ വ്യത്യാസമേ ഉള്ളൂ. മെഗ്രാത്തിന്റെ മൈൻഡ് സെറ്റ് അതായിരിക്കും. ബാറ്റ്സ്മാൻ, ഒരു ക്വാളിറ്റി ബാറ്റ്സ്മാൻ, ഇപ്പൊ വിരാട് കോഹ്ലിയുടെ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ, കോഹ്ലി ഈസ് ഓൾവേസ് റീഡിങ് നോട്ട് ജസ്റ്റ് ദ ബോൾ, ഈസ് ഓൾസോ റീഡിങ് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ ബാറ്റ്സ്മാൻ. ബോളറിന്റെ മൈൻഡ് സെറ്റ് എന്താണ്, വാട്ട് ഈസ് ഹി ട്രൈങ് ടു ഡു, അതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പാറ്റ് കമ്മിൻസ്, എനിവേർ യു ഗോ, പാറ്റ് കമ്മിൻസിന്റെ മൈൻഡ് സെറ്റ് എന്താ, ഗോ wide, ball across inside the pitch and get the edge and up to the neck level bounce ചെയ്യാം. അതാണ് അവന്റെ മൈൻഡ് സെറ്റ്. അത് മാറൂല, അത് വേരിയേഷൻ വരും. ചിലപ്പോൾ സ്ലോ ബൗൺസ് ആയിരിക്കും, സ്പീഡ് ആയിരിക്കും. ഐ തിങ്ക് ഈ അഭിമന്യു ഈശ്വറിനും ഇവർക്കൊക്കെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇവരൊക്കെ ഇവിടുന്ന് കളിച്ചതാ. അപ്പൊ ഇവന്റെ മൈൻഡ് സെറ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന ട്രംപ് കാർഡ്സും ട്രൂ കാർഡ്സും എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെ കയ്യിൽ നിന്ന് നമ്മളൊന്നും മാറ്റില്ല ഇതിൻ്റെ ഇതിൽ, മനസ്സിലായോ? ഇപ്പൊ നീ ചോദിച്ചുകൊണ്ട് പറയാണ്, ഇതിന് എളുപ്പം പറ്റുന്ന ഉദാഹരണ. ഐ വാസ് ആസ്ഡ് എ ക്വസ്റ്റ്യൻ ബൈ ദിസ് സ്റ്റുഡൻറ് ഇൻ ഡോൺ ബോസ്കോയിലെ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ഒരു വോളിബോൾ ടൂർണമെന്റിന്റെ ഒരു പാർട്ടിസിപ്പേഷനിൽ പോയപ്പോൾ ആ പയ്യൻ എന്നോട് ചോദിച്ച്, അങ്കിള് കോൾ പാൾമർ ഇത്രയും പെനാൽറ്റി എടുത്തിട്ട് കോൾ പാൾമർ എന്തുകൊണ്ടാണ് പെനാൽറ്റി മിസ് ചെയ്യാത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ദ കീ ടു എ സക്സസ്ഫുൾ പെനാൽറ്റി ഈസ് യു ലിഫ്റ്റ് യുവർ ലെഗ് ആൻഡ് ട്രിഗർ ബൈ ഹോൾഡിംഗ് ഇറ്റ്. And that fraction, the goalkeeper will make one movement, left or right. Then goalkeeper will place it. Ah, psychology goalkeeper matilla. Now it's up to the goalkeeper to judge. Goalkeeper ini matilla. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളൊരു സ്ലോ മോയിൽ നോക്കിക്കഴിഞ്ഞാൽ കോൾ പാമർ വന്നിട്ട് ആ ട്രജക്ടറിയിൽ ആക്ച്വലി ഹി ടേക്സ് ഹിസ് ഫുട്ട് 18 ഡിഗ്രി ബാക്ക്, നോട്ട് 15 ഡിഗ്രി, 18 ഡിഗ്രി, കുറച്ചും കൂടി കേവാ. ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു 3 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, മില്ലി സെക്കൻഡ്സ്. ഈ 3 സെക്കൻഡിൽ ഈ ഗോൾ കീപ്പർ ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയാൽ ഇങ്ങോട്ടടിക്കും, ഇങ്ങനെ ആക്കിയാൽ അങ്ങോട്ടടിക്കും.
അവിടെയാ ഗോൾ കീപ്പർമാർ ഇനി ട്രെയിൻ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് ദേ ഹാവ് ടു ട്രെയിൻ? ഐ ആം ഗോയിങ് ടു ഹോൾഡ്. ഇവന്റെ ട്രാജക്ടറി റിലീസ് വരുന്നവരെ ഞാൻ ഹോൾഡ് ചെയ്യും. കഷ്ട പറ്റും. ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, വൺ ഡേ കോൾ പാൽമേഴ്സ് പെനാൽറ്റി വിൽ ബി സേവ്ഡ്. സേവ് ചെയ്യും. പക്ഷേ അതിന് ഗോൾ കീപ്പർ ഹാർഡ് വർക്ക് ചെയ്യണം, ആ ട്രാജക്ടറി പഠിക്കണം, ആ ലിഫ്റ്റ് വരുന്നവരെ. ബിക്കോസ് സി ഇറ്റ്സ് എ യുണീക്ക് പോയിന്റിലുള്ള ഒരു ഇതാണ്. സി people talk about Panenka and all those things. You look at Diego Maradona during his days in Napoli, his penalty is unique. He was by നമ്മുടെ സുനിൽ ഛത്രിയ Maradona. സുനിൽ ഛത്രി കണ്ടിട്ടുണ്ടോ? എവറിത്തിങ് ഹി വിൽ ഹിറ്റ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഗോൾ കീപ്പർ, അക്രോസേ അടിക്കത്തുള്ളൂ, എന്നിട്ടും കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഹിസ് ട്രജക്ടറി ഈസ് 4 yards ഫ്രണ്ടാ. ജുമ്മെന്ന് അടിച്ചാളി, കൈ നീട്ടുമ്പോഴത്തേക്ക് ബോൾ സ്കിഡ് ചെയ്തു പോകും. Maradona was doing it on the grounder. കിട്ടിയില്ല ആർക്കും. പക്ഷേ മറഡോണയുടെ അവസാന ഘട്ടങ്ങളിൽ നോപ്പളിയിൽ നോക്കിക്കഴിഞ്ഞാൽ മിസ് ചെയ്തു കുറെ പെനാൾട്ടി. അതെന്താ അറിയോ? അത്രയും ടൈം എടുത്ത് ഗോൾ കീപ്പർക്ക് ഇത് പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, കോൾ പാൽമറിന്റെ പെനാൾട്ടി സേവ് ആവും, ആരെങ്കിലും ഒരാൾ സേവ് ആവും, പക്ഷെ പഠിക്കണം അത്. എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു 50 ചാൻസ് ഇല്ല, ഒരു എക്സാക്ട് ഒരു 45 ചാൻസ്. നമ്മുടെ ഈ പോകുന്ന പ്ലെയേഴ്സ് എല്ലാവരും അവരുടെ സൗത്ത് ആഫ്രിക്കൻ ടൂർ ഫസ്റ്റ് ടൈമാണ്. സോ അവിടുത്തെ പിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണം. പിന്നെ ഈ പറയുന്ന പോലെ റെയിനി ഫോർകാസ്റ്റ്, അതും ഒരു ഇഷ്യൂ ആണ്. ഹോപ്പ് ദേ ക്യാൻ ഡു ബെറ്റർ. പിന്നെ ഷാജേട്ട, ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ സീരീസിന് ബാക്ക് ടു ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോകണമെങ്കിൽ, നമ്മുടെ ഒരു ലാസ്റ്റ് സീരീസ് ഒക്കെ പോകുമ്പോൾ ഒരു അജിൻക്യ രഹാനെ, ഒരു ചതേശ്വർ പുജാര പോലത്തെ ഒരു പ്ലെയേഴ്സ് ഉണ്ടാവും. ലൈക്ക് ആ ബോളിന്റെ ഒരു ഷൈനി സൈഡ് കളയാൻ വേണ്ടിയിട്ട്. ആ ഒരു ബാറ്റ്സ്മാൻ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലാസ്റ്റ് ന്യൂസിലൻഡ് ടൂറിലായാലും, ന്യൂസിലൻഡ് ഇങ്ങോട്ട് വന്നപ്പോഴായാലും ഇതിലായാലും. അപ്പൊ അതൊരു വല്ലാത്തൊരു ബാഡ് ഇതല്ലേ അല്ലേ? അങ്ങനെ ഒരു ശരിക്കും അവിടെ അഫക്ട് ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പണിംഗ് എന്തായാലും രോഹിത് ശർമ്മയും ജയ്സ്വാൾ. രോഹിത് ശർമ്മ ഇസ് വെരി വൾണറബിൾ ടു മൂവിംഗ് ബോൾ. പോയി വെച്ചു കൊടുക്കും ബാറ്റ്, എഡ്ജ് വരും. ഇതിന്റെ കൂടെ 1-2 പോയി കഴിഞ്ഞാൽ ദ പ്രോബ്ലം എന്താ പറഞ്ഞാൽ ന്യൂ ബോളിന് എക്സ്പോസ് ആവുന്നത് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലൊക്കെ ആയിരിക്കും. അതൊരു മേജർ കൺസേൺ ആണ്. അപ്പൊ അജിൻക്യ രഹാനെയോ അല്ലെങ്കിൽ ചതേശ്വർ പുജാര ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18 ഓവർ കളിക്കും. അവിടെ മുട്ടി ആ ബോൾ പഴയതാണ്. ഇപ്പൊ പോകുന്ന ഈ ടീം ഭയങ്കര വലിയ കൺസേൺ ആണ്. ആദ്യത്തെ 2 ഓപ്പണേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ അടുത്ത് പണ്ട് അങ്ങനെയല്ല. നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ അത് ശരിക്കും ചതേശ്വർ പുജാര അല്ല, ദ്രാവിഡ് പോകുന്ന ഒരു സീസൺ ഉണ്ട്. നമ്മള് ആ ഫസ്റ്റ് 2 പോയാലും ദ്രാവിഡ് വന്നാണ് ഒരു 20 ഓവർ ആവും കഴിക്കും. അപ്പൊ അത് ബോൾ ഹോൾഡ് ആവും, പിന്നെ കുറച്ച് ഈസി ആവും മറ്റുള്ളവർക്ക്. വലിയ കൺസേൺ തന്നെയാണ് പറയാൻ. വേറൊരു കാര്യമുണ്ട്, IPL കാരണം ക്രിക്കറ്റ് മാറി. ഏത് ടെസ്റ്റ് എല്ലാ ടെസ്റ്റും 3 മാക്സിമം. അതെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് തോന്നുന്നത് ചാൾസ് റോവും ഞങ്ങളൊക്കെ ഒരു എന്നുവെച്ചാൽ വേറൊന്നല്ലതാ, നമ്മളിങ്ങനെയൊക്കെ ഒരു ഇത് പ്രതീക്ഷയില്ല. ഞങ്ങളിത് പ്ലാൻ ചെയ്ത് തന്നെ ഞാൻ ചാൾസ് ബ്രോന്റെ അടുത്തേക്ക്, ചാൾസ് ബ്രോ എന്റെ മനസ്സിലൊരു ഐഡിയ വന്നു. ആ ഐഡിയ വന്നാൽ ചാൾസ് ബ്രോന്റെ അടുത്താ പറയുള്ളൂ. കാരണം ചാൾസ് ബ്രോ പെട്ടെന്ന് എനിക്ക് നല്ല റെസ്പോൺസ് തരും. എനിക്ക് ഈ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോ സപ്പോർട്ട് ചെയ്യണവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ ചാൾസ് ബ്രോ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ചാൾസ് ബ്രോ അത് കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞ ചാൾസ് ബ്രോ ഒരു പേര് വേണം നമുക്ക്. ചാൾസ് ബ്രോ ചാറ്റ് ജി ടി ഒക്കെ നോക്കി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാറ്റ് ജി ടിയിൽ കുറെ പേരൊക്കെ ഇട്ട് കൊടുത്തപ്പോ ചാൾസ് ബ്രോ പറഞ്ഞ് അത് വേണ്ട, ഈ പേര് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട പേരാണ് ക്രിക്ക് സ്പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിന്റെ പോസ്റ്റേഴ്സ് ഇറങ്ങി. അപ്പൊ എനിക്കറിയാം പവന് ഭയങ്കര പ്രാന്ത് എന്നുള്ള കാര്യം. പവനെ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാവണ്ടെന്ന് വെച്ചപ്പോ ഒന്ന് ചേട്ടാ സൂപ്പർ ആയിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഞാൻ അതുലിനെ നമ്മുടെ കൂടെ അതുലും പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. പിന്നെ സണ്ണി പണ്ടേ പ്രാന്തനായതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. ബട്ട് ഞാൻ പറഞ്ഞ് നമുക്ക് ഒരു 10 പേരെങ്കിലും, ഒരു 10-15 പേര്, ഇത്തിരി ജസ്റ്റ് ഒരു ക്രൗഡ്സ് വേണം. പക്ഷെ അറിയില്ല, നമ്മൾ പബ്ലിസിറ്റി ഒക്കെ നല്ല രീതിയിൽ ചെയ്ത്, കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ കുറവുണ്ട്. ബട്ട് വെർത്ത് ഞാൻ ഇത്രയൊന്നും സത്യത്തിൽ ഞാൻ പ്രതീക്ഷയില്ല. ഈവൺ നമുക്ക് കുറച്ച് ടൈം കൂടുതലെടുത്ത് ഞാനോർത്ത് ദൈവം ഈ ടൈമൊക്കെ ഇത്രയും ടൈം എങ്ങനെ, പക്ഷെ ഒരു
നമുക്ക് സമയം പോയത് പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവണത്, ദൈവം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടല്ലേ. നമ്മളൊരു കോഹ്ലിയുടെ ബാറ്റിംഗ് കാണും, രോഹിത്തിന്റെ ബാറ്റിംഗ് കാണും, ഔട്ടാവും, പോകും, വേറൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇവരുടെ പേസാ, പിച്ച് കണ്ടീഷനാ, ഇന്നാണ് ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണത് തന്നെ. ഈവൻ ഒരു ബിഗിനർ ഇത്രയും ഞാൻ ഫുട്ബോൾ കൂടുതൽ ഫോളോ ചെയ്യുമെങ്കിൽ പോലും ക്രിക്കറ്റ് ഞാൻ ജസ്റ്റ് ഈ കളി കാണും, ആ ഒരു എൻജോയ്മെന്റ് അല്ലാണ്ട് കൂടുതലായിട്ട് ഡെപ്ത് ആയിട്ട് ഞാൻ അങ്ങനെ പോകാറില്ല. പക്ഷെ ഇന്ന് വന്നത്, ഇന്ന് വരാത്തവർക്കാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലില്, കിഫ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതുപോലത്തുള്ള സെഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരുപാട് ഇത് എനിക്ക് തോന്നണത് ഇത് കണ്ടുകൊണ്ട് ചിലപ്പോൾ കുറെ പേര് വരാം. കാരണം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഇതായിരുന്നു. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ നടന്ന് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് പറഞ്ഞ്, സോ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എപ്പോൾ ഇത് തുടങ്ങും, ഇനി അടുത്ത പ്രോഗ്രാം എപ്പോഴാണെന്നുള്ളത് നമുക്ക് അറിയിച്ച് ഇത്രയും കൂടെ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ പല കാര്യങ്ങൾ IPL വരുന്നുണ്ട്, മറ്റ് സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. എന്തായാലും ദിസ് ഈസ് ശരത് അപ്പ സൈനിങ് ഓഫ്. ഓക്കെ.